Welcome back to the classes of Construction Management and Safety Engineering. This is me, your Isa, and today we are going to discuss about one of the important stage in the various stages of the construction project, which is tendering stage. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേരിയസ് സ്റ്റേജസ് എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് അതിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ആയിരുന്നു ടെൻഡറിങ് സ്റ്റേജ്. അപ്പോൾ ടെൻഡറിങ് സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നാണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഫസ്റ്റ് ഒരു ബ്രീഫിംഗ് ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയായിരുന്നു, പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റേജ് ഉണ്ടായിരുന്നു, അതിൻ്റെ സാങ്ഷൻസ് വാങ്ങിയെടുക്കാനുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഉണ്ട്, ടെക്നിക്കൽ സാങ്ഷൻ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഡീറ്റെയിൽഡ് ഡ്രോയിങ്സും ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ബിൽ ഓഫ് ക്വാണ്ടിറ്റി ഒരു പക്ഷേ നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്ന ഒരു വേർഡ് ആയിരിക്കാം, കഴിഞ്ഞ വർഷം QS ഉണ്ടായിരുന്നു. ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിന്റെ ആ ഒരു കണക്കാണ്. അപ്പോൾ അതിൽ എല്ലാ ഐറ്റംസ് ഓഫ് വർക്കും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ക്വാണ്ടിറ്റി എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ബിൽ ഓഫ് ക്വാണ്ടിറ്റിയിൽ. പക്ഷേ റേറ്റ് മാത്രം ഉണ്ടാവില്ല. BOQയിൽ റേറ്റ് മാത്രം ഉണ്ടാവില്ല. ആ റേറ്റ് ആണ് നമ്മൾ മറ്റുള്ളവർക്ക് ഫില്ല് ചെയ്യാൻ കൊടുക്കുന്നത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മീൻസ്, നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോവാം. അപ്പോൾ ഒരു ക്ലയൻറ്റ്, മുതലാളി അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ ഒരു ബ്രീഫിംഗ് സ്റ്റേജ് കഴിഞ്ഞു, ഒരു പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റേജു, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പെർമിഷൻസും എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ക്ലയന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മുതലാളി മാത്രമല്ല, ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോൾ നമ്മൾ അന്ന് എക്സാമ്പിൾ പറഞ്ഞ പോലെ ഒരു മെഡിക്കൽ കോളേജ് അതായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കാം ക്ലയന്റ്. അവർക്കൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ അതിന്റെ ബ്രീഫിങ്ങും അതിന്റെ പ്ലാനിങ്ങും അതിന്റെ പെർമിഷൻസും അതിന്റെ ഡ്രോയിങ്ങും BOQ എല്ലാം ആവാം. സോ ആർക്ക് വേണ്ടിയിട്ടാണോ അവിടെ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്, അതിന്റെ ഉടമസ്ഥൻ ആരാണോ അയാളെയാണ് നമുക്ക് ക്ലയന്റ് എന്ന് വിളിക്കാൻ പറ്റുക. അപ്പോൾ അയാൾക്ക് വേണ്ടി ഈ പ്രോജക്റ്റ് നിർമ്മിച്ച് കൊടുക്കുന്ന ആളാണ് ആര്? കോൺട്രാക്ടർ. അപ്പോൾ അതിന്റെ ഉടമസ്ഥൻ ക്ലയന്റും ചെയ്തു കൊടുക്കുന്ന ആൾ കോൺട്രാക്ടറുമാണ്. അപ്പോൾ നമുക്ക് അതിൽ നടക്കുന്ന ഈ ടെൻഡറിങ് സ്റ്റേജിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ക്ലയന്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. ആൻഡ് ഈ ക്ലയന്റ് ഈ ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങും ബിൽ ഓഫ് ക്വാണ്ടിറ്റിയും എല്ലാം പ്രിപ്പയർ ചെയ്ത് ഇനി ഒരു മികച്ച ഒരു കോൺട്രാക്ടറെ കിട്ടണം ഈ വർക്ക് ചെയ്യാൻ. ആ കോൺട്രാക്ടറെ കിട്ടാൻ വേണ്ടിയിട്ട് പബ്ലിക്കായിട്ട് ഒരു നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ കൊടുക്കും. അതായത് ടെൻഡർ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ്, അതാണ് നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ എന്നോട് ഉദ്ദേശിക്കുന്നത്. ഈ നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ എവിടെയാണ് കൊടുക്കുക? ഇറ്റ് വിൽ ബി പബ്ലിഷ്ഡ് ഇൻ എനി പബ്ലിക് മീഡിയ സച്ച് ആസ് ന്യൂസ് പേപ്പർ, വെബ്സൈറ്റ് എക്സെട്ര. ഇപ്പോൾ നമ്മുടെ ആധുനിക കാലത്തിലെല്ലാം ടെൻഡർ ആണ്, ഇലക്ട്രോണിക് ടെൻഡർ ആണ്, കമ്പ്യൂട്ടർ വെബ്സൈറ്റ് വഴി പബ്ലിഷ് ചെയ്തിട്ടാണ് ആളുകളെ ക്ഷണിക്കാറ്. അപ്പോൾ നമ്മുടെ ക്ലയന്റ് എല്ലാ പ്രിപ്പറേഷൻസും കഴിഞ്ഞ് ഈ നിർമ്മാണ പ്രക്രിയ ചെയ്യാൻ കഴിവുള്ള കോൺട്രാക്ടറെ അന്വേഷിച്ചുകൊണ്ട് ഒരു പത്രത്തിലോ വെബ്സൈറ്റിലോ പരസ്യം ചെയ്യുന്നതിനെയാണ് നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ എന്ന് പറയാം. ഈ നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ ആരാ കാണാൻ പോകുന്നത്? ഇത് കാണുന്നത് കോൺട്രാക്ടർമാരാണ്. നമ്മുടെ ഈ ഭൂമിയിൽ, ഈ ലോകത്ത് ഒരുപാട് കോൺട്രാക്ടർമാരുണ്ട്. അപ്പോൾ ഈ ക്ലയന്റിന് താല്പര്യമുള്ള ഒരു പ്രോജക്റ്റിന്റെ നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുമ്പം ഈ കോൺട്രാക്ടർമാരെല്ലാം അത് നോക്കും, അല്ലേ? അപ്പൊ ഈ കോൺട്രാക്ടർമാര് ആ നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡറിൽ പ്രധാനപ്പെട്ട ആ നടക്കാൻ പോകുന്ന പ്രോജക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവും. അത് നോക്കിക്കഴിഞ്ഞാൽ കോൺട്രാക്ടർക്ക് ഈ പ്രോജക്റ്റ് വേണോ വേണ്ടയോ എന്നൊക്കെ മനസ്സിലാവും. ഇൻ കേസ് ആ നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡറിൽ ആവശ്യത്തിനുള്ള ഡാറ്റ ഇല്ലെങ്കിൽ ഈ കോൺട്രാക്ടർമാർ ക്ലയന്റിനായിട്ട് നേരിട്ട് ബന്ധപ്പെടും. എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ്, ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഡ്രോയിങ്ങുകൾ, ഡിസൈനുകൾ, എല്ലാ കാര്യങ്ങളും അവർ വാങ്ങിയെടുക്കും. എന്നിട്ട് അവർ ഈ പ്രോജക്റ്റിനെ കുറിച്ച് അനലൈസ് ചെയ്യും. ഈ പ്രോജക്റ്റ് ഞങ്ങൾക്ക് ഏറ്റെടുക്കാമോ, പറ്റുന്നതാണോ, പറ്റാത്തതാണോ, ലാഭമുള്ളതാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോ കോൺട്രാക്ടർമാരും അനലൈസ് ചെയ്യും. ഇനി എന്നിട്ട് എന്ത് ചെയ്യും? ഈ കോൺട്രാക്ടർമാരെല്ലാം അവരുടെ ടെൻഡറുകൾ ക്ലയന്റിന് സബ്മിറ്റ് ചെയ്യും. ടെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺട്രാക്ടർമാർ ക്ലയന്റിനോട് പറയല്ല, ശരിക്കും എഴുതി കൊടുക്കുകയാണ്. വി ആർ റെഡി ടു ഡു യുവർ പ്രോജക്റ്റ്, നിങ്ങളുടെ പ്രോജക്റ്റ് ചെയ്തു തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് എഴുതി കൊടുക്കുന്ന ആ ലെറ്ററിന് പറയുന്ന പേരാണ് എന്ത്? ടെൻഡർ. അപ്പോൾ ആ ടെൻഡറിൽ എന്തൊക്കെ ഉണ്ടാവണം? എത്ര രൂപക്കാണ് ഞങ്ങളത് ചെയ്തു തരാൻ പോകുന്നത്?
എന്തൊക്കെ സാധനം കൊണ്ടാണ് ചെയ്തു തരാൻ പോകുന്നത്, എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഞങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്നത്, എത്ര സമയം കൊണ്ടാണ് ഞങ്ങൾ ചെയ്തു തരാൻ പോകുന്നതൊക്കെ ഒരു റിട്ടേൺ ആയിട്ട് ഒരു ഫോമിൽ എഴുതി കൊടുക്കുന്നതിനെയാണ് ടെൻഡർ എന്ന് പറയാം. ടെൻഡർ ആർക്കാണ് കൊടുക്കുന്നത്? കോൺട്രാക്ടർ ക്ലയന്റിന് കൊടുക്കുന്ന ഒരു റിട്ടേൺ ഓഫർ ആണ് എന്ത്? ടെൻഡർ. ആ ടെൻഡർ വാലിഡ് ആവണമെങ്കിൽ അവർ ഒരു കാര്യം കൂടെ ചെയ്യണം. ടെൻഡറിന്റെ കൂടെ EMD കൂടെ അടക്കണം. EMD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറയും. അതായത് ഇഷ്ടമുള്ള കോൺട്രാക്ടർമാരെല്ലാം കൂടെ ചറവറ ടെൻഡർ അയച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ, ഒരു കോടിയുടെ പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 2%, അതായത് 2 ലക്ഷം രൂപ കൂടെ ഈ ടെൻഡറിന്റെ കൂടെ അവര് അടക്കണം, ഈ ക്ലയന്റിന് അടക്കണം. എന്തിനു വേണ്ടിയിട്ടാ? അതല്ലെങ്കിൽ ഒരു ടെൻഡർ നോട്ടീസ് കൊടുത്തു, ഒരുപാട് ഭൂലോകത്തുള്ള കോൺട്രാക്ടർമാരും എല്ലാം ഈ നോട്ടീസ് കാണും. ഈ നോട്ടീസ് കണ്ടവർ മുഴുവൻ ടെൻഡർ അയച്ചാൽ കണ്ടമാനം ടെൻഡർ ആവും. ഇതിന്ന് ഏറ്റവും ബെസ്റ്റ് ടെൻഡർ നോക്കിയെടുക്കാൻ ഒരുപക്ഷെ അതിനേക്കാളും ചെലവായിരിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോജക്റ്റിനോട് ആത്മാർത്ഥമായി താല്പര്യമുള്ള കോൺട്രാക്ടർ മാത്രമേ ഇതിൽ പങ്കെടുക്കാവൂ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പ്രോജക്റ്റിന് എത്ര തുകയാവും, എത്ര ചെലവ് വരും, അതിന്റെ 2% ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ആയിട്ട് ഈ ടെൻഡർ സബ്മിറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ കൊടുക്കണം. അത് കൊടുക്കുന്നത് ബാങ്ക് ഗ്യാരണ്ടി ആയിട്ടോ അതല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടോ DD ആയിട്ടോ ആണ് കൊടുക്കുക, കാശ് ആയിട്ടൊന്നുമല്ല. ഇതൊരു ഗ്യാരണ്ടിയാണ്. ആ കോൺട്രാക്ടർ ട്രസ്റ്റ് വർത്തി ആണ്, ഈ പ്രോജക്റ്റ് ചെയ്യാൻ അയാൾ കേപ്പബിൾ ആണ് എന്ന് കാണിക്കുന്ന ഒരു എമൗണ്ട് ആണ് എന്ത്? ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ്. ആൻഡ് ഈ ടെൻഡറുകൾ ഒരുപാട്, ഇപ്പൊ നമ്മൾ ഈ കേസിൽ ഒരു 5 കോൺട്രാക്ടർമാരാണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇതിൽ 5 ടെൻഡറുകൾ നമ്മുടെ ക്ലയന്റിന് കിട്ടണം. ഈ ക്ലയന്റ് ഈ ടെൻഡറുകളെല്ലാം ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തിട്ട് ഇവാലുവേഷൻ ഓഫ് ബിഡ്സ്, അത് കഴിഞ്ഞ് ആ ബിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഡർ തന്നെയാണ്. ടെൻഡറിന്റെ വേറൊരു വേർഡാണ് ബിഡ്. ഇവര് തന്നിട്ടുള്ള ഓരോ ടെൻഡറുകളും ഇവാലുവേറ്റ് ചെയ്യും, അവ പഠിക്കും, പഠന വിധേയമാക്കും. ആൻഡ് ദേ വിൽ മേക്ക് എ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവര് തന്നിട്ടുള്ള ടെൻഡറുകളുടെ ബിഡുകളുടെ ഓരോ ഐറ്റത്തിന്റെയും പരസ്പരം കമ്പയർ ചെയ്തുകൊണ്ട് താരതമ്യ പഠനം നടത്തിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കും. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 5 ടെൻഡറുകൾ ലഭിച്ച 5 ടെൻഡറുകളിലെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും എടുത്ത് താരതമ്യ പഠനത്തിന് വിധേയമാക്കി ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ആൻഡ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിലെ ഏറ്റവും ബെസ്റ്റ് ആൻഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോൺട്രാക്ടറുടെ ടെൻഡറിനെ അക്സെപ്റ്റ് ചെയ്യും. അതാണ് അക്സെപ്റ്റൻസ് ഓഫ് ടെൻഡർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റെപ്സ് മനസ്സിലായല്ലോ. കോൺട്രാക്ടർമാര് അവരുടെ വർക്ക് ചെയ്യാമെന്നുള്ള പ്രപ്പോസലിനെ ടെൻഡർ എന്ന് പറയുന്നു. ആ ടെൻഡർ ക്ലയന്റിന് കൈമാറുന്നു. ആ ക്ലയന്റ് അത് ഓപ്പൺ ചെയ്യുന്നു, അവയെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അവ തമ്മിലുള്ള കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു, ആൻഡ് അതിൽ ഏറ്റവും ബെസ്റ്റ് ടെൻഡറിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ടെൻഡർ 1, 3, 4, 5 റിജക്ട് ചെയ്തു ആൻഡ് ടെൻഡർ 2 സെലക്ട് ചെയ്തു. സോ ഇനി എന്താണ്? നമുക്കൊരു കോൺട്രാക്ടർ ആരാണെന്ന് മനസ്സിലായി, അവരുടെ ടെൻഡർ എന്താണെന്ന് മനസ്സിലായി, ആ ടെൻഡറിൽ എങ്ങനെയാണ് വർക്ക് എത്ര രൂപക്ക് ചെയ്തു തീർക്കും എന്നെല്ലാം മനസ്സിലായി. മോസ്റ്റ് പ്രോബബ്ലി ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഏറ്റവും കാശ് കുറവ് ക്വോട്ട് ചെയ്തിട്ടുള്ള, ഏറ്റവും കുറഞ്ഞ ചെലവില് പ്രോജക്റ്റ് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുള്ള കോൺട്രാക്ടറുടെ ടെൻഡറുകളാണ് സാധാരണ സ്വീകരിക്കാറ്. അല്ലാത്ത കേസും ഉണ്ട് കേട്ടോ. അതായത് വലിയ ടെക്നിക്കൽ പ്രോജക്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഹിസ്റ്ററി, ഇവരുടെ മുമ്പ് പ്രോജക്റ്റ് ഹിസ്റ്ററികളൊക്കെ അനലൈസ് ചെയ്യും. അവർ എത്രത്തോളം വലിയ പ്രോജക്റ്റുകൾ എടുത്തിട്ടുണ്ട്, അവയുടെ വിജയം എങ്ങനെ, ഇവരുടെ സേഫ്റ്റി റെക്കോർഡ് എന്തൊക്കെയാണ് എന്നൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് കോൺട്രാക്ടറെ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഇപ്പൊ ക്ലയന്റ് ഉണ്ട്, കോൺട്രാക്ടർ ഉണ്ട്. ഈ കോൺട്രാക്ടർ 2 എന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്ത ആളുടെ ടെൻഡറിനെ ക്ലയന്റ് അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്തത്. പക്ഷേ ഈ അക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി കോൺട്രാക്ടർ 2 എന്തിന് അർഹനായി? ഈ ജോലി ചെയ്യാൻ അർഹനായി. അതല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കോൺട്രാക്ടർ ആണ് എന്ന് നമ്മുടെ ക്ലയന്റ് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അതിന്റെ കൂടെ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നുള്ള ഒരു തുക കൂടി കോൺട്രാക്ടർ ക്ലയന്റിനെ ഏൽപ്പിക്കണം. അതായത് 1 കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ് ഈ ചെയ്യുന്നതെങ്കിൽ അതിന്റെ അറൌണ്ട് 10%, അതായത് 10 ലക്ഷം രൂപ, ഈ 10 ലക്ഷം രൂപ ക്ലയന്റിനെ അടക്കണം.
അത് ബാങ്ക് ഗ്യാരണ്ടി ആയിട്ട് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്നതാണ്. അതായത് ഈ കോൺട്രാക്ടർ 1 കോടി രൂപയുടെ പ്രോജക്റ്റ് ചെയ്യാൻ കോൺട്രാക്ടറുടെ കയ്യിൽ മിനിമം 10 ലക്ഷം രൂപയെങ്കിലും കപ്പാസിറ്റി വേണ്ടേ? എന്നാലല്ലേ ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ അയാൾക്ക് പറ്റുള്ളൂ. വസ്തുക്കൾ വാങ്ങണം, ഇൻവെന്ററീസ് വാങ്ങണം, റിസോഴ്സസ് വാങ്ങണം, ലോറി, JCB പോലത്തെ എക്യുപ്മെന്റ്സ്, കോൺക്രീറ്റ് പമ്പ്, പല സാധനങ്ങളും ഈ കോൺട്രാക്ടർക്ക് ഒപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനൊക്കെ കാപ്പബിലിറ്റി ഉള്ള ആളാണ് ഈ കോൺട്രാക്ടർ എന്ന് വെരിഫൈ ചെയ്യുന്ന, ഇതിനാവശ്യത്തിനുള്ള ബാങ്ക് ഗ്യാരണ്ടിയും ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ട് എന്ന് കോൺട്രാക്ടർക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു സാധനമാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. ആൻഡ് ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ക്ലയന്റിന്റെ കയ്യിൽ സുരക്ഷിതമായിട്ട് എടുത്തു വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? എങ്ങാനും കോൺട്രാക്ടർ പണി പറ്റിച്ച് മുങ്ങിക്കഴിഞ്ഞാൽ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട അല്ലെങ്കിൽ അതിലെ അപാകതകൾ തീർത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ക്ലയന്റിനുണ്ട്. അപ്പൊ അതിനുള്ള ഒരു റെമഡി ആയിട്ട്, ഒരു പെനാൽറ്റി ആയിട്ട് ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കയ്യിലിരുന്നോളൂ. അതല്ലേ, സേഫ് അല്ലേ? നമ്മളൊക്കെ കോളേജിൽ കോഷൻ ഡെപ്പോസിറ്റ് കൊടുക്കുന്ന പോലെ. ആൻഡ് നമ്മളെ കോൺട്രാക്ടർ 2 ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ക്ലയന്റിനെ ഏൽപ്പിക്കുന്നതോടുകൂടി they will come into an contract agreement. അവർ തമ്മിൽ ഒരു കോൺട്രാക്ട് എഗ്രിമെന്റ് എഴുതി സൈൻ ചെയ്യാണ്. ആ എഗ്രിമെന്റിൽ ഉണ്ടാവും ഇന്ന ദിവസം നമ്മൾ വർക്ക് തുടങ്ങി, ഇന്ന ദിവസം നമ്മൾ വർക്ക് തീർത്ത് ഈ സാധനം നിങ്ങൾക്ക് കൈമാറുകയാണ്, ഇത്ര വർഷം ഞങ്ങൾ അതിന്റെ മെയിൻ്റെനൻസ് ചെയ്യും എന്നൊക്കെയുള്ളൊരു വലിയ വിശാലമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് പരസ്പരം എഴുതി ഒപ്പിട്ട് ഈ വർക്കിലോട്ട് അവർ കടന്നു പോവുകയാണ്. അപ്പൊ ഏകദേശം ഒരു രൂപരേഖ കിട്ടി എന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയാണ് വർക്ക് മുന്നോട്ട് പോകുന്നത്, ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ക്ലയന്റിന്റെ ബ്രീഫിംഗ് സ്റ്റേജ് മുതൽ ഈ കോൺട്രാക്ട് എഗ്രിമെന്റ് വരെ സംഭവിക്കുന്ന ഒരു അവസ്ഥ. അപ്പോ നമ്മുടെ ഡിസൈനിങ് സ്റ്റേജ് കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട സ്റ്റേജ് ആണ് ടെൻഡറിങ് സ്റ്റേജ്. ഈ ടെൻഡറിങ് സ്റ്റേജിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒരു ടെൻഡർ ഇൻവൈറ്റിംഗ് നോട്ടീസ് ആദ്യം കൊടുക്കും, പത്രത്തിലോ നെറ്റിലോ. അത് കണ്ടിട്ട് കോൺട്രാക്ടർമാർ അവര് ഈ ക്ലയന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യത്തിന് ഡോക്യുമെന്റ്സ് വാങ്ങിച്ചിട്ട് അവരുടെ BOQ കണ്ട് അതിന്റെ ഒരു ടെൻഡർ ഉണ്ടാക്കി ആ ടെൻഡർ ക്ലയന്റിന് അയച്ചു കൊടുക്കും. ക്ലയന്റ് ഓരോരുത്തരുടെയും ടെൻഡർ വായിച്ച് മനസ്സിലാക്കി അതിൽ ഏറ്റവും ബെസ്റ്റ് ടെൻഡർ നോക്കി ആ കോൺട്രാക്ടറെ പിക്ക് ചെയ്യുന്നു. കോൺട്രാക്ടർ ഈ ടെൻഡറിന്റെ കൂടെ അടക്കേണ്ട തുകയുടെ പേരാണ് ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ്. എന്നാൽ മാത്രമേ ടെൻഡർ വാലിഡ് ആവുള്ളൂ. അപ്പോൾ തിരിച്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്ത ടെൻഡറിന്റെ ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റുകളെല്ലാം തിരിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു കോൺട്രാക്ടറുടെ ടെൻഡർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വാങ്ങും. ഒരു ബാങ്ക് ഗ്യാരണ്ടി ആയിട്ടോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടോ ഒക്കെയാണ് അത് വാങ്ങിക്കുക. അതിന് വേറെ ഒരു കേസും കൂടി ഉണ്ട്. ഇൻ കേസ് ചില പ്രോജക്റ്റുകളിൽ അവർക്ക് പാസ്സാക്കാൻ പോകുന്ന ബില്ലുകളിൽ നിന്നും ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വാങ്ങിക്കാറുണ്ട്. അതായത് അവർ അഡ്വാൻസ് ആയിട്ട് കാശ് കൊടുക്കണ്ട, അവർ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഒരു 10 ലക്ഷത്തിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇത്ര വിഹിതം കമ്പനി പിടിച്ചു വെക്കും. അങ്ങനെ ഒരു പിടിച്ചു വെക്കലായിട്ടും നമുക്ക് ആ കാശ് കമ്പനികൾ വാങ്ങിയെടുക്കാറുണ്ട്. അപ്പോൾ ഏകദേശം രൂപരേഖയായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് അവർ ആ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടക്കുന്നതോടുകൂടി ആ ക്ലയന്റും കോൺട്രാക്ടറും തമ്മിൽ ഒരു കോൺട്രാക്ട് എഗ്രിമെന്റിൽ എത്തുകയാണ്. ഇനി നമുക്ക് അതിന്റെ ഓരോന്നിന്റെയും തിയറി, നമുക്ക് പരീക്ഷയ്ക്ക് ഇത്രയും അറിഞ്ഞാൽ മാത്രം പോരല്ലോ, ഇതിന്റെ എക്സ്പ്ലനേഷൻസ് എഴുതാനുള്ള ഒരു കഴിവും കൂടെ വേണം. സോ what is notice inviting tender? It is the public document announcing a work and inviting interested parties to bid. അപ്പോൾ അതായത് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്, ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ് നോട്ടീസ് ഇൻവിറ്റിംഗ് ടെൻഡർ. ആൻഡ് അനൗൺസിങ്, അത് എന്തൊക്കെയോ പ്രഖ്യാപിക്കുകയാണ്. ഒരു വർക്ക് നടക്കാനുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ് എന്ത്? നോട്ടീസ് ഇൻവിറ്റിംഗ് ടെൻഡർ. ആൻഡ് ഇൻവിറ്റിംഗ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ടു ബിഡ്, ടെൻഡർ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. ബിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടെൻഡർ കൊടുക്കുക എന്നുള്ള, ക്വോട്ട് ചെയ്യുക. ബിഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറഞ്ഞ് വാദിച്ചെടുക്കുക എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ ബിഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വന്നോളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വർക്കിന് അനൗൺസ് ചെയ്യുന്ന പബ്ലിക് ഡോക്യുമെന്റിനെയാണ് നോട്ടീസ് ഇൻവിറ്റിംഗ് ടെൻഡർ എന്ന് പറയാം. നമ്മൾ പത്രം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇൻവിറ്റേഷൻ ടു ടെൻഡർ കാണാൻ സാധിക്കാറുണ്ട്. ഇപ്പോൾ ഒരു പരിധി വരെ ഇപ്പോൾ ഗവൺമെന്റിലെ എല്ലാം ഈ ടെൻഡർ വെബ്സൈറ്റ് വഴിയാണ് നടക്കാറ്. ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ദ കണ്ടീഷൻസ് ഓഫ് ദ വർക്ക് ആർ എയ്തർ ഇൻഡിക്കേറ്റഡ് ഓർ ദ മെത്തേഡ് ഒബ്റ്റൈനിങ് ദം ഈസ് ഗിവൺ. ഒന്നുകിൽ ആ നോട്ടീസ് ഇൻവിറ്റേഷൻ ടെൻഡറിൽ എല്ലാ പ്രധാനപ്പെട്ട കണ്ടീഷൻസും കൊടുത്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ എങ്ങനെ ആ കണ്ടീഷൻസ് കിട്ടും എന്നുള്ള എവിടെ ബന്ധപ്പെട്ടാൽ അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റ് തുറന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ഡോക്യുമെന്റ്സ് കിട്ടും എന്നുള്ള ഡാറ്റ ആ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ടാവും. അതായത് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക, അതല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അതിൽ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നോട്ടീസ് ഇൻവിറ്റിംഗ് ടെൻഡർ വരാം. എനി ഇൻട്രസ്റ്റഡ് ബിഡർ ക്യാൻ ഒബ്റ്റെയിൻ ദീസ് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ ആർക്കും ഈ ഡീറ്റെയിൽസ് ലഭിക്കാവുന്നതാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ സ്കെയിൽ,
or detailed estimated cost, the level of circulation would be different. അതായത് വലിയ പ്രോജക്റ്റ് ആണെങ്കിൽ ഒരു 5000 കോടി രൂപയുടെ പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ടെൻഡർ ഒക്കെ ഗ്ലോബലി ആയിരിക്കും പബ്ലിഷ് ചെയ്യുക. ഇപ്പൊ കൊച്ചി മെട്രോ വലിയൊരു പ്രോജക്റ്റ് ആണ്, അപ്പൊ അതിന്റെ ടെൻഡർ ലോകം മുഴുവൻ പബ്ലിഷ് ചെയ്യും. ഏറ്റവും ബെസ്റ്റ് ഇന്റർനാഷണൽ കമ്പനികൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ ഒരു കിണർ കളക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ്, അത് ഇന്റർനാഷണലി പബ്ലിഷ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ബേസ്ഡ് ഓൺ ദ സ്കെയിൽ ഓഫ് ദ പ്രോജക്റ്റ്, എത്രത്തോളം രൂപയുടെ ഏത് ലെവലിലുള്ള എത്രത്തോളം ചെലവാക്കിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണോ അതിനനുസരിച്ച് അതിൻ്റെ ലെവൽ ഓഫ് സർക്കുലേഷൻ കൂടുകയും കുറയുകയും ചെയ്യും. അതായത് മികച്ച പ്രോജക്റ്റുകൾ ഇന്റർനാഷണൽ ഗ്ലോബൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലായിരിക്കും അതിൻ്റെ നോട്ടീസ് ഇൻവിറ്റേഷൻ ടെൻഡർ പബ്ലിഷ് ചെയ്യുക. ചെറുകിട പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് വിളിച്ച് പറയുള്ളൂ. അപ്പോൾ പഞ്ചായത്തിലെ വളരെ ചെറിയ പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്ഥിരം പണിയെടുക്കുന്ന ഒരാളെ വിളിച്ചിട്ട് പറയും ഇതാ ഇന്ന പ്രോജക്റ്റ് ഉണ്ടാവും, ഒന്ന് ചെയ്ത് തീർക്കണം. അപ്പൊ അത്രയും മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി മുതൽ ഇന്റർനാഷണൽ മാഗസിൻസിലൂടെ നോട്ടീസ് ഇൻവിറ്റിംഗ് ടെൻഡർ വരെ കൊടുക്കുന്ന അത്രയും വിവിധ ലെവൽ ഓഫ് സർക്കുലേഷൻസ് നമുക്ക് ഈ നോട്ടീസ് ഇൻവിറ്റിംഗ് ടെൻഡറിൽ കാണാവുന്നതാണ്. അപ്പൊ നോട്ടീസ് ഇൻവിറ്റിംഗ് ടെൻഡർ എന്താണെന്ന് മനസ്സിലായല്ലോ. അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്, ഒരു പരസ്യമാണ്. അതിലൂടെ ചില വർക്കുകൾ തുടങ്ങുന്നുണ്ടെന്നും അത് ചെയ്യാൻ താല്പര്യമുള്ള കോൺട്രാക്ടർക്ക് ബന്ധപ്പെടാമെന്നും കാണിക്കുന്ന ഒരു പരസ്യമാണ്, ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ് എന്ത്, നോട്ടീസ് ഇൻവിറ്റിംഗ് ടെൻഡർ. അതിൽ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കാനുണ്ട്. ഈ നോട്ടീസ് ഇൻവിറ്റിംഗ് ടെൻഡറിൽ, ആ ഒരു ടെൻഡർ നോട്ടീസിൽ എന്തൊക്കെ കണ്ടന്റ്സ് ആണ് ഉൾക്കൊള്ളിക്കേണ്ടത്? ഒന്ന്, നെയിം ഓഫ് ദ ക്ലയന്റ് ഇൻവിറ്റിംഗ് ടെൻഡർ, ആരാണ് ഈ ടെൻഡർ ക്ഷണിക്കുന്നത് എന്ന് പേര് അതിൽ വേണം. പ്രീ ക്വാളിഫിക്കേഷൻസ് ഇഫ് റിക്വയർഡ്, ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ നമുക്ക് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻസ് വേണം. അപ്പോൾ അതായത് ഞാനൊരു കൊച്ചി മെട്രോയുടെ ഒരു പ്രോജക്റ്റ് ആണ് ചെയ്യുന്നത്, അപ്പോൾ ഒരു പ്രീ ക്വാളിഫിക്കേഷൻ KMRL വെക്കുകയാണ്. എന്ത്, ഈ ഒരു 100 പ്രോജക്റ്റുകളെങ്കിലും ചെയ്ത് കഴിവ് തെളിയിച്ച കോൺട്രാക്ടർമാർ മാത്രമേ ഇതിൽ പങ്കെടുക്കാവൂ. ഒരു 1000 കോടി രൂപയുടെ ആസ്തിയുള്ള കമ്പനികൾ മാത്രമേ ഈ കോൺട്രാക്റ്റിൽ പങ്കെടുക്കാവൂ. സേഫ്റ്റി റെക്കോർഡുകൾ മികച്ച കമ്പനികൾ മാത്രമേ ഈ പ്രോജക്റ്റിൽ പങ്കെടുക്കാവൂ. അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് പ്രീ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നോട്ടീസ് ഇൻവിറ്റിംഗ് ടെൻഡറിൽ പ്രത്യേകം എഴുതും എന്ത്, ഇന്ന ക്വാളിറ്റി ഉള്ള ആളുകൾ, ഇന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകൾ മാത്രം ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എഴുതുന്നതിനാണ് പ്രീ ക്വാളിഫിക്കേഷൻസ് ഇഫ് റിക്വയർഡ് ആർ ടു ബി എക്സ്പ്ലെയിൻഡ് ഇൻ ദ നോട്ടീസ് ഇൻവിറ്റിംഗ് ടെൻഡർ. നാച്ചർ ഓഫ് വർക്ക്, ഏത് തരത്തിലുള്ള വർക്കാണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വർക്കിലോട്ടുള്ള ടെൻഡറാണ് ക്ഷണിച്ചിട്ടുള്ളത് എന്ന് ഈ നോട്ടീസിൽ കാണണം. കണ്ടീഷൻസ് വൈൽ അണ്ടർടേക്കിംഗ് ദ കോൺട്രാക്ട്, എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഈ കോൺട്രാക്റ്റിൽ ഉണ്ടാവാൻ പോകുന്നത് എന്നും ബ്രീഫായിട്ട് അതിലുണ്ടാവും. അപ്പൊ അതിൽ ജനറൽ കണ്ടീഷൻസ് ഉണ്ട്, സ്പെഷ്യൽ കണ്ടീഷൻസ് ഉണ്ട്. അത് ആവശ്യമുള്ള അത്ര ഡെപ്തിൽ അറിഞ്ഞിരിക്കേണ്ട, എങ്കിലും ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങളും കണ്ടീഷൻസിനെയാണ് ജനറൽ കണ്ടീഷൻ എന്ന് പറയാ. സ്പെഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ പ്രോജക്റ്റിനെ മാത്രം ബാധിക്കുന്ന കണ്ടീഷൻസിനെയാണ് സ്പെഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു പ്രോജക്റ്റ് ആണ് കൊച്ചി മെട്രോ പ്രോജക്റ്റ്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നടക്കുമ്പോൾ പൊതുവായിട്ട് കുറച്ച് നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാവും, അതിന് ജനറൽ കണ്ടീഷൻസ് എന്ന് പറയാം. കൊച്ചി മെട്രോ പ്രോജക്റ്റിന് എക്സ്ക്ലൂസീവ് ആയിട്ട് ചില പ്രത്യേക കണ്ടീഷൻസ് ചിലപ്പോൾ ആ വർക്കുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതാണ് സ്പെഷ്യൽ കണ്ടീഷൻ. അപ്പൊ ജനറൽ കണ്ടീഷൻ പൊതുവായിട്ടുള്ള സാധനമാണ്, എല്ലാ കോൺട്രാക്റ്റുകൾക്കും ബാധകമായിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു സംഭവമാണ്. സ്പെഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി ഫോർ ദാറ്റ് പ്രോജക്റ്റ്, അങ്ങനത്തെ കണ്ടീഷൻസിനെയാണ് സ്പെഷ്യൽ കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നോട്ടീസിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഡീറ്റെയിൽസ് ഓഫ് EMD ടു ബി ഡെപ്പോസിറ്റഡ്, ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എത്ര അടക്കണം എന്ന് മുൻകൂട്ടി കാണിക്കണം. അതായത് ഈ ടെൻഡർ, ഈ പെർട്ടിക്കുലർ ടെൻഡർ അയക്കുന്ന സമയത്ത്, സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കോൺട്രാക്ടർ എത്ര തുക ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ആയിട്ട് ക്ലയന്റിന് അടക്കണം, ക്ലയന്റിന് സബ്മിറ്റ് ചെയ്യണം എന്ന് കാണിക്കുന്ന ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ ഡീറ്റെയിൽസ് ഓഫ് ദ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്തായിരുന്നു? ഇൻ കേസ് ഈ കോൺട്രാക്ടർക്ക് കോൺട്രാക്ട് ലഭിച്ചാൽ, ടെൻഡർ അക്സെപ്റ്റ് ചെയ്ത് കോൺട്രാക്ട് ലഭിക്കുകയാണെങ്കിൽ എത്ര രൂപ നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കമ്പനി ക്ലയന്റിന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കൈമാറേണ്ടതുണ്ട് എന്ന ഡീറ്റെയിൽസും ഈ ടെൻഡർ നോട്ടീസിൽ ഉണ്ടായിരിക്കണം. ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ സബ്മിഷൻ, എത്രാം തീയതി എത്ര സമയത്തിനുള്ളിൽ ഈ ടെൻഡർ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള ഡേറ്റും ടൈമും കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. കാരണം ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ഒരു ദിവസം വൈകിട്ട് ടെൻഡർ വരുന്നു, അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ചിലപ്പോൾ മികച്ച കമ്പനി ആയിരിക്കും വൈകി ടെൻഡർ കൊടുക്കുന്നത്. അപ്പോൾ വൈകുന്നതിന്റെ പേരിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഡേറ്റും സമയവും, ലാസ്റ്റ് ഡേറ്റ് ഫോർ ദ സബ്മിഷൻ ഓഫ് ടെൻഡർ അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഡേറ്റ്, ടൈം ആൻഡ്
പ്ലേസ് ഓഫ് ടെൻഡർ ഓപ്പണിംഗ്, എന്ന് എവിടെ വെച്ച് ടെൻഡർ ഓപ്പൺ ചെയ്യും. അതായത് ഒരു 100 കമ്പനികൾ ടെൻഡർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 100 കമ്പനികളുടെ ടെൻഡർ സീൽഡ് ടെൻഡർ ആയിട്ടാണ് വരിക. അതായത് ഓരോ ടെൻഡറുകളും ക്ലോസ്ഡ് ആയിരിക്കും, വേറൊരാൾക്ക് അത് വായിച്ചു നോക്കാൻ പറ്റാത്ത രീതിയിൽ പാക്ക് ചെയ്തിട്ടായിരിക്കും ഓരോരുത്തരുടെയും ടെൻഡർ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്നാണ് എല്ലാവരുടെയും ടെൻഡർ ഈ കോമൺ ആയിട്ട് കോൺട്രാക്ടർമാരുടെ മുന്നിൽ വെച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ടെൻഡർ ആണല്ലോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതെല്ലാവർക്കും കോമൺ ആയിട്ടുള്ള എല്ലാവരും അറിയുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് വേണം അത് ഓപ്പൺ ചെയ്യാൻ. അപ്പൊ ആ ടെൻഡർ ഓപ്പൺ ചെയ്യുന്ന ഡേറ്റ്, സമയം, സ്ഥലം എന്നിവ ടെൻഡർ ഇൻവിറ്റിംഗ് നോട്ടീസിൽ പ്രത്യേകം കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഡെസിഗ്നേഷൻ ഓഫ് ഓഫീസർ ഇൻവിറ്റിംഗ് ടെൻഡർ. ഇപ്പോൾ ഗവൺമെന്റ് പ്രോജക്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ടെൻഡർ നോട്ടീസ് ഇൻവൈറ്റ് ചെയ്യുന്ന ആളുടെ ഡെസിഗ്നേഷൻ, ഏതിപ്പോ ഓവർസിയർ ആണോ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണോ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണോ, ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണോ, ആരാണ് ഈ ഇൻവിറ്റേഷൻ കൊടുക്കുന്നത്, അയാളുടെ പദവി എന്താണ് എന്ന് പ്രത്യേകം കാണിച്ചിട്ടുണ്ടായിരിക്കണം ഗവൺമെന്റ് പ്രോജക്റ്റ് ആണെങ്കിൽ. ഡെസിഗ്നേഷൻ ഓഫ് ദ ഓഫീസർ ഓപ്പണിംഗ് ടെൻഡർ. ഈ ടെൻഡർ ഓപ്പൺ ചെയ്യുന്ന ഓഫീസറുടെ അധികാരം എന്ത്, അയാളുടെ അധികാര പരിധി എന്ത്, അല്ലെങ്കിൽ അയാൾ ആരാണ് എന്ന് അതിലുണ്ടായിരിക്കണം. ടൈം ഓഫ് വർക്ക് കംപ്ലീഷൻ, എത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാനുള്ള പ്രോജക്റ്റ് ആണിത് എന്നും നോട്ടീസ് ഇൻവിറ്റിംഗ് ടെൻഡറിൽ ഉണ്ടായിരിക്കണം. അനേകം കാര്യങ്ങളുണ്ട് നോട്ടീസ് ഇൻവിറ്റിംഗ് ടെൻഡറിൽ ആഡ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ളതും ഏറ്റവും ബേസിക് ആയിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്ത്, വിച്ച് ആർ ഓൾ ദ കണ്ടന്റ്സ് ടു ബി ആഡഡ് ഇൻ ദ നോട്ടീസ് ഇൻവിറ്റിംഗ് ടെൻഡർ. അപ്പൊ അതിൽ ഇത്രയും കാര്യങ്ങളെങ്കിലും ഓർത്ത് വെക്കണം. ഒരു 6 മാർക്കിനോ 8 മാർക്കിനോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 പോയിന്റ്സ് എങ്കിലും എഴുതാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഓക്കെ, അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡൗട്ടുകൾക്ക് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് എന്നോട് ചോദിക്കാം. ഇതൊക്കെ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് പോകേണ്ട ആവശ്യമുള്ളൂ. അടുത്തതായിട്ട് ടെൻഡർ ഡോക്യുമെന്റ്സ്. ടെൻഡർ ഡോക്യുമെന്റ്സ് എന്താ? നമ്മൾ നോട്ടീസ് ഇൻവിറ്റിംഗ് ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരസ്യം മാത്രമായിരുന്നു. ആ പരസ്യത്തിൽ അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പൊ അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, എന്ത്, കൂടുതൽ വിവരം ആവശ്യമുള്ളവർ ബന്ധപ്പെടേണ്ട സ്ഥലം ഏത്, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഏത്. അപ്പൊ അവിടെ കൂടുതൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് ഈ കമ്പനിയെ, ക്ലയന്റിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ടെൻഡർ ഡോക്യുമെന്റ്സ് കിട്ടും. എന്തൊക്കെയാണ് ടെൻഡർ ഡോക്യുമെന്റ്സിൽ ഉണ്ടാവേണ്ടത്? ടെൻഡർ ഡോക്യുമെന്റ്സ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് 3 പാർട്സ്. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ടെൻഡർ ഡോക്യുമെന്റ്സിൽ ഉള്ളത്. ഒന്ന്, ജനറൽ കണ്ടീഷൻസ് ഓഫ് ദ ടെൻഡർ. 2, ഷെഡ്യൂൾ ഓഫ് ഐറ്റംസ് ഓഫ് വർക്ക് വിത്ത് ക്ലീൻ സ്പെസിഫിക്കേഷൻസ്. 3, സ്പെഷ്യൽ കണ്ടീഷൻസ് ഓഫ് ടെൻഡർ. പൊതുവെ ഈ ടെൻഡറിന്റെ ജനറൽ കണ്ടീഷൻസ് എന്തൊക്കെയെന്നും വിശാലമായിട്ട് ആ ടെൻഡർ ഡോക്യുമെന്റിൽ ഉണ്ടാവും. രണ്ടാമത്തത്, ഷെഡ്യൂൾ ഓഫ് ഐറ്റം ഓഫ് വർക്ക് വിത്ത് ക്ലീൻ സ്പെസിഫിക്കേഷൻ. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, അവയുടെ സ്പെസിഫിക്കേഷൻസ് എന്തെല്ലാം. അതായത് ഈ പ്രോജക്റ്റിൽ ഒരു 3 നില കെട്ടിടത്തിന്റെ വർക്ക് ആണെങ്കിൽ അതിന്റെ തറപ്പണി മുതൽ ഫിനിഷിംഗ് വർക്ക് വരെ എന്തൊക്കെ ഐറ്റംസ് ഓഫ് വർക്ക് ആണുള്ളത്. നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എഴുതുമ്പോൾ ഐറ്റം ഓഫ് വർക്ക് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഐറ്റം എന്ന് എഴുതാറില്ലേ? അങ്ങനെ എന്തൊക്കെ ഐറ്റം ഓഫ് വർക്ക് ആണുള്ളത്, അവയുടെ സ്പെസിഫിക്കേഷൻ എന്തെല്ലാം. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ ചെയ്യണം. ഇപ്പോ 3ാമത്തെ നിലയിലെ 4ാമത്തെ റൂമിന്റെ ഇന്റേണൽ പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നതിന്റെ തിക്നെസ് 1.2 സെന്റിമീറ്റർ ആയിരിക്കണം. അതിൽ ഉപയോഗിക്കുന്ന സിമെന്റിന്റെ ക്വാളിറ്റി ഇതായിരിക്കണം, സാൻഡ് ഇങ്ങനെ ആയിരിക്കണം, അവയുടെ മിക്സ് പ്രപ്പോർഷൻ ഇങ്ങനെ ആയിരിക്കണം. അങ്ങനെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും കൊടുക്കുന്നതിനാണ് എന്തെന്ന് പറയാ, സ്പെസിഫിക്കേഷൻസ് എന്ന് പറയാം. അപ്പൊ എന്തൊക്കെ വർക്കുകളാണ് ചെയ്യാനുള്ളതെന്നും ഓരോ വർക്കും ഏത് രീതിയിൽ ഏത് സ്പെസിഫിക്കേഷനിൽ ചെയ്യണമെന്നും ഈ ടെൻഡർ ഡോക്യുമെന്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ആൻഡ് 3ാമത്തത്, സ്പെഷ്യൽ കണ്ടീഷൻസ് ഓഫ് ടെൻഡർ. ഈ പ്രോജക്റ്റിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, അതിന് മാത്രമായിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ എന്തൊക്കെ. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ടെൻഡർ ഡോക്യുമെന്റിൽ ഉള്ളത്. പക്ഷേ എക്സാമിന് നമ്മളോട് അതൊന്ന് ലിസ്റ്റ് ചെയ്യാൻ പറയും. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനുള്ളത് കുറച്ച് കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അതിൽ നിന്നൊരു 8-10 പോയിന്റ്സ് ഓർത്ത് വെച്ചാൽ മതി. ഇതിലുള്ള ഒട്ടുമിക്ക പോയിന്റ്സും നിങ്ങൾ നേരത്തെ പഠിച്ച നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡറിൽ കൊടുക്കുന്ന പോയിന്റുകൾ തന്നെയാണ്. അപ്പൊ ഞാനൊന്ന് സ്പീഡിൽ വായിച്ചു പോവാം. ടെൻഡർ ഡോക്യുമെന്റ്സ് എന്തൊക്കെ, അതല്ലെങ്കിൽ ഒരു ടെൻഡർ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പേപ്പറിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണണം. ഒന്നാമത്തത്, ലൊക്കേഷൻ ഓഫ് വർക്ക്. എവിടെയാണ് ഈ പ്രോജക്റ്റ് നടക്കാൻ പോകുന്നത്. 2, ഡീറ്റെയിൽഡ് നോട്ടീസ് ടു ദ കോൺട്രാക്ടേഴ്സ്. കോൺട്രാക്ടേഴ്സിന് കൊടുക്കേണ്ട നിർദ്ദേശങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടീസ്. ഡിവിഷൻ ഓഫ് ദ പ്രോജക്റ്റ് ലൊക്കേഷൻ. ഈ പ്രോജക്റ്റ് നടക്കുന്ന ആ ഒരു ഡിവിഷൻ ഏത്. അതായത് നമുക്കറിയാലോ, നമ്മളെ PWD ലെവലിൽ പല ഡിവിഷൻസുകളും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് ഡിവിഷനിലാണ് ഈ ഒരു പ്രോജക്റ്റ് നടക്കാൻ പോകുന്നത് എന്ന് കാണിക്കണം. നിയറസ്റ്റ് റെയിൽ ഹെഡ്, തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ചരക്കുകളൊക്കെ കൊണ്ടുവരാൻ പറ്റിയ
സ്ഥലം ഏത്, മെറ്റീരിയൽ അവൈലബിലിറ്റി വസ്തുക്കൾ എവിടുന്ന് ലഭ്യമാവും, ഹയർ ചാർജസ് ഫോർ വേരിയസ് എക്യുപ്മെന്റ്സ് ടൂൾസ് പ്ലാൻസ് ടു ബി ലിവീഡ് വെൻ ഇഷ്യൂഡ് ഫ്രം ദി ഡിപ്പാർട്ട്മെന്റ്. ഗവൺമെന്റ് ചില വസ്തുക്കൾ ചിലപ്പം കടമായിട്ട് അല്ലെങ്കിൽ വാടകക്ക് ഈ കോൺട്രാക്ടർമാർക്ക് തരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഏതെങ്കിലും വസ്തുക്കൾ അവൈലബിൾ ആണെങ്കിൽ അവ എന്തൊക്കെ, അവയുടെ വാടക എത്ര. അപ്പൊ ഗവൺമെന്റ് കോൺട്രാക്ടർക്ക് ചില വസ്തുക്കൾ വാടകക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വസ്തുക്കൾ ഏതൊക്കെയാണെന്നും അവയ്ക്ക് എത്ര വാടക വരുമെന്നുള്ള ഡീറ്റെയിൽസ് ടെൻഡർ ഡോക്യുമെന്റ്സിൽ ഉണ്ടാവും. ലൊക്കേഷൻ ഓഫ് വാട്ടർ പോയിന്റ്, എവിടെ നിന്ന് വെള്ളം ലഭ്യമാവും. ലൊക്കേഷൻ ഓഫ് ദ പവർ സപ്ലൈ പോയിന്റ് ആൻഡ് റേറ്റ്സ്, എവിടെ നിന്നാണ് നമുക്ക് പവർ കിട്ടുക. അപ്പോൾ ഇലക്ട്രിക് പവർ നമുക്ക് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിന് നിർബന്ധമാണ്, അത് എവിടെ നിന്ന് കിട്ടും, എത്ര ചെലവ് വരും. ടൈം ആൻഡ് ഷെഡ്യൂൾ ഓഫ് വർക്ക്, ജനറൽ ആൻഡ് ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ ഓഫ് ഓൾ ഐറ്റം ഓഫ് വർക്ക്, എല്ലാ വർക്ക് ഐറ്റത്തിന്റെയും ജനറൽ ആൻഡ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ് ടെൻഡർ ഡോക്യുമെന്റിൽ ഉണ്ടാവും. ക്വാണ്ടിറ്റീസ്, യൂണിറ്റ് റേറ്റ്സ് ആൻഡ് എമൗണ്ട്സ് ഓഫ് ഓൾ ഐറ്റംസ്, എല്ലാ ഐറ്റത്തിന്റെയും ക്വാണ്ടിറ്റി, അതിന്റെ ചെലവുകൾ, അതിന് വരുന്ന ടോട്ടൽ എമൗണ്ട് ടെൻഡർ ഡോക്യുമെന്റിൽ ഉണ്ടാവും. ഇൻഡെക്സ് പ്ലാൻ ആൻഡ് സൈറ്റ് പ്ലാൻ, ആ സൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കഗ്നൈസൻസ് നടത്തി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഒരു ഡ്രോയിങ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അത് സൈറ്റ് പ്ലാനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇൻഡെക്സ് പ്ലാൻ നടക്കുന്നത്. അതായത് ഈ പ്ലെയിൻ ഗ്രൗണ്ടിൽ നമ്മൾ പോയിട്ട് അവിടെ നിന്ന് വരക്കുന്ന ആ ഒരു പ്ലാൻ ആണ് എന്ത്, ഇൻഡെക്സ് പ്ലാൻ അല്ലെങ്കിൽ സൈറ്റ് പ്ലാൻ. ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ്, നമ്മൾ ചെയ്യാൻ പോകുന്ന കൺസ്ട്രക്ഷൻ വർക്കിന്റെ പ്രധാനപ്പെട്ട ഡ്രോയിങ്സ് ടെൻഡർ ഡോക്യുമെന്റ്സിൽ ഉണ്ടാവും. വെതർ കണ്ടീഷൻസ് ഓഫ് ദ ഏരിയ, ആ പ്രദേശത്തിന്റെ കാലാവസ്ഥാ സ്വഭാവങ്ങൾ എന്തൊക്കെ, മഴയുള്ള ഏരിയ ആണോ, ചതുപ്പ് നിലമാണോ, അപ്പോൾ വെള്ളം കെട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെതർ കണ്ടീഷൻ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ചതുപ്പുള്ള ഒരു ഏരിയ ആണ് അവിടുത്തെ ടോപ്പോഗ്രഫി എന്നുണ്ടെങ്കിൽ, മഴ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ പ്രോജക്റ്റ് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും, ഇത്ര സമയം എടുത്തിട്ട് ചെയ്യണം, അപ്പോൾ ഇങ്ങനത്തെ മെഷീനറീസ് ആവശ്യമെന്നൊക്കെ. അപ്പോൾ അവിടുത്തെ വെതർ കണ്ടീഷൻ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ഡീറ്റെയിൽസ് ഓഫ് EMD ആൻഡ് SD, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും എത്രയാണ് അടക്കേണ്ടത് എന്നുള്ള ഡോക്യുമെന്റ്സ് ടെൻഡറിൽ ഉണ്ടാവും, ടെൻഡർ ഡോക്യുമെന്റ്സിൽ ഉണ്ടാവും. ഇൻസിസ്റ്റൻസ് ഓഫ് ഇൻകം ടാക്സ് ആൻഡ് സെയിൽ ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഈ വരുന്ന കോൺട്രാക്ടർ അവരുടെ ഇൻകം ടാക്സ് സെയിൽ ടാക്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ആ ഒരു സംഭവം ടെൻഡർ ഡോക്യുമെന്റ്സിൽ ഉണ്ടാവും. ഡെസിഗ്നേഷൻ ഓഫ് ആർബിട്രേഷൻ അതോറിറ്റി ഇൻ കേസ് ഓഫ് ഡിസ്പ്യൂട്ട്, എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വല്ല തർക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതാണ് ഇൻ കേസ് ഓഫ് ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്നത്. ആർബിട്രേഷൻ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തർക്ക പരിഹാരം നടത്തുന്ന അധികാരി ആര്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ എന്തെങ്കിലും തർക്കങ്ങൾ, ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ നിർണയിക്കപ്പെട്ടിട്ടുള്ള ആളാര് എന്നുള്ള അയാളുടെ പദവി കൃത്യമായിട്ട് ടെൻഡറിൽ കാണിച്ചിരിക്കണം. അപ്പോൾ വലിയ വലിയ പ്രോജക്റ്റുകൾക്കൊക്കെ ഒരു ആർബിട്രേഷൻ അതോറിറ്റി ഉണ്ടാവും. ചിലപ്പോൾ അത് കോടതി ജഡ്ജൊക്കെ ആയിരിക്കും അതിന്റെ ആർബിട്രേഷൻ അതോറിറ്റി ആയിട്ട് നിൽക്കുന്നത്. അതായത് ഒരു മികച്ച പദവിയുള്ള ഒരാളെ ആർബിട്രേഷൻ അതോറിറ്റി ആയിട്ട് നിർത്തും. തർക്കങ്ങൾ വരുന്ന സമയത്ത് ആർക്കും പക്ഷപാതമില്ലാത്തൊരു നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആർബിട്രേഷൻ അതോറിറ്റിയെ നമ്മൾ നിയമിക്കാറുണ്ട്. അപ്പോൾ അത് ആരാണ് എന്ന് കൃത്യമായിട്ട് കാണിക്കണം ഇതില് ടെൻഡർ ഡോക്യുമെന്റിൽ. ആൻഡ് കണ്ടീഷൻസ് റിഗാർഡിംഗ് ദ എംപ്ലോയ്മെന്റ് ഓഫ് ടെക്നിക്കൽ പേഴ്സണൽ, ഏതെങ്കിലും ഒരു ടെക്നിക്കൽ പേഴ്സണലിനെ ജോലിക്ക് നിർത്തണമെങ്കിൽ അവർക്ക് വേണ്ട ക്വാളിറ്റി എന്തൊക്കെയാണ്, അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാന്ന് പ്രത്യേകം കാണിക്കണം. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ജലനിധി പ്രോജക്റ്റ് അത് ഫണ്ട് ചെയ്യുന്നത് ആരാണ്, അത് ഫണ്ട് ചെയ്യുന്നത് വേൾഡ് ബാങ്ക് ആണ്. അപ്പോൾ വേൾഡ് ബാങ്കിന് കൃത്യമായിട്ട് ഇവിടെ ആ പ്രോജക്റ്റ് നടത്തുന്ന ആളുകൾ അങ്ങണ്ട് എന്ത് കൊടുക്കണം, ഡോക്യുമെന്റ്സ് കൊടുക്കണം. ഇന്ന പദവിയുള്ള, ഇപ്പോൾ BTech ഹോൾഡേഴ്സ് ആണ് അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ പണിയെടുക്കുന്നത് എന്ന് അവർക്ക് അങ്ങോട്ട് പ്രൂവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒരു കണ്ടീഷനാണ് ഈ വേൾഡ് ബാങ്കിന്റെ. അവിടെ ജോലിയെടുക്കുന്ന ടെക്നിക്കൽ പേഴ്സണൽസിന് ഇന്ന ക്വാളിഫിക്കേഷൻസ് വേണം എന്നൊക്കെ ഉള്ളത് ഇത് ഫണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ സഹായിക്കുന്ന വേൾഡ് ബാങ്കിന്റെ ഒരു കണ്ടീഷനാണ്. അതേപോലെ ക്ലയന്റിന് ചില കണ്ടീഷൻസ് ഉണ്ടാവും. ഈ പണിയെടുക്കുന്നത് വല്ല ഇടംകുലിക്കാരനും കൊണ്ടുവന്ന് പണിയെടുക്കാൻ പറ്റില്ല. കൃത്യമായിട്ട് വിവരമുള്ള, പക്വതയുള്ള അല്ലെങ്കിൽ നല്ല പരിചയ സമ്പത്തുള്ള ഒരാളായിരിക്കണം പണിയെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ ക്ലയന്റ് ടെൻഡർ ഡോക്യുമെന്റിൽ അത് കൃത്യമായിട്ട് ആഡ് ചെയ്യേണ്ടതാണ്. ആൻഡ് എക്സെട്ര, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുണ്ട് ടെൻഡർ ഡോക്യുമെന്റിൽ. എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ കൊച്ചി മെട്രോയുടെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ അവരുടെ ടോട്ടൽ ഡീറ്റെയിൽഡ് സ്റ്റഡി റിപ്പോർട്ട് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ എല്ലാ മൈന്യൂട്ട് ഡാറ്റയും നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്ന സമയത്ത് ടെൻഡർ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു 10 പോയിന്റ് എങ്കിലും പഠിച്ചു വെക്കുക, അത് ബൈഹാർട്ടാക്കി വെക്കുക. ടെൻഡർ ഡോക്യുമെന്റിൽ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന്.
So we are going to the definition of tender. What is a tender? It is the written offer to execute specified work within a certain time under certain conditions of contract between contractor and client for a certain amount of money. ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു വലിയ ഡെഫിനിഷൻ ആയിട്ടൊക്കെ തോന്നും. പക്ഷെ ടെൻഡർ എന്താണെന്ന് നമുക്കറിയാലോ അല്ലേ? നമ്മൾ ഒരു നോട്ടീസ് ഇൻവിറ്റിംഗ് ടെൻഡർ ഒരു ക്ലയന്റ് പബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ ആ നോട്ടീസ് കണ്ടിട്ട് ചില കമ്പനികൾ ഈ ക്ലയന്റിനെ ബന്ധപ്പെടുകയും ആ കമ്പനികൾ, ആ കൺസ്ട്രക്ഷൻ കമ്പനികൾ അല്ലെങ്കിൽ ആ കോൺട്രാക്ടർമാർ ഈ പണി ചെയ്യാൻ തങ്ങൾ വില്ലിംഗ് ആണ്, വി ആർ റെഡി ടു ഡു യുവർ പ്രോജക്റ്റ് എന്ന് കാണിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു റിട്ടേൺ ഓഫർ ആണ് എന്ത് ശരിക്കും ടെൻഡർ. അപ്പൊ നമുക്ക് ആ എക്സ്പ്ലനേഷൻ ഒന്ന് കൃത്യമായിട്ട് നോക്കാം. ഇറ്റ് ഈസ് എ റിട്ടേൺ ഓഫർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു റിട്ടേൺ ഓഫർ ആയിരിക്കണം. അതായത് എഴുതപ്പെട്ട ഓഫർ ആയിരിക്കണം. വായ കൊണ്ട് പറഞ്ഞാൽ പോരാ ഞങ്ങൾ ചെയ്തോളാം. ഇറ്റ് ഹാസ് ടു ബി എ റിട്ടേൺ ഓഫർ ടു എക്സിക്യൂട്ട് സ്പെസിഫൈഡ് വർക്ക്. ഒരു പെർട്ടിക്കുലർ ജോലി ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യാം എന്ന് കാണിക്കുന്ന റിട്ടേൺ ഓഫർ ആണ് ടെൻഡർ. വിത്തിൻ എ സർട്ടൻ ടൈം, ഈ പറയപ്പെട്ട സമയത്തിനകത്ത് ചെയ്യാം എന്ന് കാണിക്കുന്ന under certain conditions of contract between contractor and client. കോൺട്രാക്ടറും ക്ലയന്റും തമ്മിലുള്ള ചില എഗ്രിമെന്റുകളുടെ ചില കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ അത് ചെയ്യാൻ പോകുന്നത്. അതാണ് under certain conditions of contract between contractor and client. കോൺട്രാക്ടറും ക്ലയന്റും തമ്മിലുള്ള കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ ഈ വർക്ക് ചെയ്തു കൊള്ളാം എന്ന് കൊടുക്കുന്ന റിട്ടേൺ ഓഫർ ആണ്. ആൻഡ് ഫോർ എ certain amount of money, ചില ഒരു നിശ്ചിത തുകക്ക്. അപ്പോൾ ഒന്ന് കറക്റ്റ് ഡിഫൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ ചില നിശ്ചിത തുകക്ക് കോൺട്രാക്ടറും ക്ലയന്റും തമ്മിലുള്ള എഗ്രിമെന്റ് കണ്ടീഷൻസ് പാലിച്ചുകൊണ്ട് പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ വർക്ക് ചെയ്തോളാമെന്ന് കാണിക്കുന്ന റിട്ടേൺ ഓഫർ ലെറ്ററിന് പറയുന്ന പേരാണ് ടെൻഡർ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടെൻഡർ എന്താണ്? അപ്പോൾ ടെൻഡറിന്റെ ഈ എക്സ്പ്ലനേഷൻ ഇത്രയും വിശാലമാവാൻ അതിൽ ഒരുപാട് പോയിന്റ്സ് ഉൾക്കൊള്ളിച്ചത് കൊണ്ടാണ് certain money, certain time, written offer to execute a specified work by following the conditions of the contract agreement. അതാണ് ടെൻഡറിന്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. So what is sealed tender? It is the document enclosed in a glued or sealed envelope and submitted in response to the invitation to bid. ഇൻവിറ്റേഷൻ ടു ബിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടീസ് ഇൻവിറ്റിംഗ് ടെൻഡർ തന്നെയാണ്. അതായത് ടെൻഡർ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസിനെയാണ് ഇൻവിറ്റേഷൻ ടു ബിഡ് എന്ന് പറയുന്നത്, ബിഡ് ചെയ്യാനുള്ള ക്ഷണം. അപ്പോൾ ബിഡ് ചെയ്യാനുള്ള ക്ഷണം വന്നു കഴിഞ്ഞാൽ സാധാരണ ഈ കോൺട്രാക്ടർമാർ അവരുടെ ടെൻഡർ സബ്മിറ്റ് ചെയ്യും. ഈ ടെൻഡർ സബ്മിറ്റ് ചെയ്യുന്നത് ഒരു ഓപ്പൺ പേപ്പർ ആയിട്ടല്ല, ആർക്കും വായിച്ചു നോക്കാവുന്ന ഒരു പേപ്പർ ആയിട്ടല്ല അത് സബ്മിറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ഡോക്യുമെന്റ് എൻക്ലോസ്ഡ് ഇൻ എ ഗ്ലൂഡ് ഓർ സീൽഡ് എൻവലപ്പ്. പൂർണ്ണമായും മറച്ചിട്ടുള്ള ഒരു കവറിനുള്ളിലായിട്ടാണ് ഈ ടെൻഡർ സബ്മിറ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഞാനും ഒരു 10 കോൺട്രാക്ടർമാർ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു പ്രോജക്റ്റിന്റെ ടെൻഡർ വിളിച്ചു. ഞാൻ 1 കോടി രൂപക്ക് ആ പ്രോജക്റ്റ് ക്വാട്ട് ചെയ്യാണ്. ഇത് മനസ്സിലാക്കിയ എൻ്റെ തൊട്ടപ്പുറത്തുള്ള കൺസ്ട്രക്ഷൻ കമ്പനിക്കാർ എന്ത് ചെയ്യും? 99,99,999 രൂപക്ക് ഇത് ക്വാട്ട് ചെയ്താൽ അയാൾക്ക് കിട്ടും. ഞങ്ങൾ തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? വെറും 1 രൂപയുടെ വ്യത്യാസമുള്ളൂ. അപ്പൊ ഞാൻ എത്ര രൂപക്കാണ് ഇത് ക്വാട്ട് ചെയ്ത് എന്ന് തൊട്ടപ്പുറത്തുള്ള കോൺട്രാക്ടർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾക്ക് എന്നെക്കായും ഒരു ചെറിയ വേരിയേഷൻസ് ഇട്ടുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷനിൽ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ കഴിയും അല്ലേ? അപ്പോൾ പരസ്പരം എത്ര രൂപക്കാണ് ക്വാട്ട് ചെയ്യുന്നത് എന്ന് കാണാൻ പാടില്ല. അപ്പോൾ അതിനൊരു സുതാര്യതയുള്ളൂ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ മാൽ പ്രാക്ടീസിനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പം ഒരാളെ കബളിപ്പിച്ചുകൊണ്ട് ഒരാൾ കഷ്ടപ്പെട്ട് ഒരു എത്ര റേറ്റിന് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി മിനിമത്തിൽ കൊണ്ടുവന്ന് തൊട്ടപ്പുറത്തെ ആള് ഒരു റിസ്ക് എടുക്കാതെ ഇയാൾക്കായും 1 രൂപ കുറച്ച് ക്വാട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആ പ്രോജക്റ്റ് കിട്ടും. അങ്ങനെ വരാൻ പാടില്ലല്ലോ. അപ്പോൾ എല്ലാവരും അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഹാർഡ് വർക്ക് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ അവരവർക്ക് കഴിയുന്ന രീതിയിലുള്ള ഒരു ടെൻഡർ വേണം സബ്മിറ്റ് ചെയ്യാൻ. സോ the tender has to be enclosed in a glued envelope. ഒരു കറക്റ്റ് ആയിട്ട് അടച്ചു വെച്ച എൻവലപ്പിൽ ആർക്കും കാണാതെ വേണം നമ്മൾ ഈ ഒരു ടെൻഡർ സബ്മിറ്റ് ചെയ്യാൻ. ആ ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരാണ് എന്ത്? സീൽഡ് ടെൻഡർ സിസ്റ്റം. അപ്പൊ നമ്മുടെ നാട്ടിലെ ടെൻഡറുകളെല്ലാം സീൽഡ് ടെൻഡർ ആയിട്ടാണ് സബ്മിറ്റ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ആൾക്ക് അതിൽ നിന്ന് എൻക്വയറി ചെയ്യാനോ തിരിച്ചറിയാനോ അയാൾ എത്ര രൂപക്കാണ് ഈ വർക്ക് ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന് ടെൻഡർ കൊടുത്തിട്ടുള്ളതെന്നൊന്നും വേറൊരാൾക്ക് അറിയാൻ പറ്റത്തില്ല. So in this system, the contracting companies offer
to do a job for a particular price without knowing what offers have been made by the other companies. ഒരു പെർട്ടിക്കുലർ കൺസ്ട്രക്ഷൻ കമ്പനി ഒരു എമൗണ്ടിന് ഞാനിത് ചെയ്തോളാം എന്ന് ഓഫർ ചെയ്യുന്ന സമയത്ത് മറ്റ് കമ്പനികൾ എത്ര രൂപക്ക് ചെയ്തോളാം എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഈ കമ്പനിക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഇതിനൊരു ട്രാൻസ്പാരൻസി ഉണ്ടാവും, ഈ ഒരു സിസ്റ്റത്തിന് ഒരു സുതാര്യത ഉണ്ടാവും. ആൻഡ് ദ ജോബ് ഈസ് യൂഷ്വലി ഗിവൺ ടു ദ കമ്പനി മേക്കിംഗ് ലോവസ്റ്റ് ഓഫർ. ആഫ്റ്റർ ഓൾ ദ ഓഫേഴ്സ് ഹാവ് ബീൻ ഓപ്പൺഡ് ടുഗദർ. എന്നിട്ടോ ഈ ഓഫറുകളെല്ലാം, ഈ ടെൻഡറുകളെല്ലാം ഒരുമിച്ച് തുറന്നിട്ട് ഇതിന് ഏറ്റവും കുറഞ്ഞ രൂപക്ക് ക്വോട്ട് ചെയ്തത് ആരാണോ അയാൾക്കാണ് ഈ ടെൻഡർ അല്ലെങ്കിൽ ഈ കോൺട്രാക്ട് കൈമാറുക. സോ വാട്ട് ഈസ് ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ്? ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. വൈൽ സബ്മിറ്റിംഗ് എ ടെൻഡർ, the contractor has to deposit a certain amount of money, say about 2% to 2.5% of the estimated project cost, with the client as a guarantee for earnestness of bid. It is called earnest money deposit. അതായത് ഈ ടെൻഡർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, while submitting the tender, contractor has to deposit a certain money. ഈ കോൺട്രാക്ടർ ഒരു കുറച്ച് എമൗണ്ട് ഓഫ് മണി അടക്കേണ്ടത് നിർബന്ധമാണ്. say about 2% to 2.5% of the estimated project cost. ഈ പ്രോജക്റ്റിന് എത്ര ചെലവാണോ വരുന്നത് അതിന്റെ 2% മുതൽ 2.5% വരെയാണ് ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ആയിട്ട് കോൺട്രാക്ടർ ടെൻഡറിന്റെ കൂടെ കൊടുക്കേണ്ടത്. അതായത് ടെൻഡർ ഞങ്ങൾ ചെയ്തോളാം എന്ന് കൊടുക്കുന്ന ഓഫർ ലെറ്ററിന്റെ കൂടെ ഈ പറഞ്ഞ തുകയുടെ 2.5% വരെ അതിന്റെ കൂടെ DD ആയിട്ടോ ബാങ്ക് ഗ്യാരണ്ടി ആയിട്ടോ കാണിച്ചു കൊടുക്കേണ്ടതാണ്. ആൻഡ് വിത്ത് ക്ലയന്റിനാണ് ഇത് കൊടുക്കേണ്ടത്. ആസ് എ ഗ്യാരണ്ടി ഫോർ ഏർണസ്റ്റ്നെസ് ഓഫ് ബിഡ്. ഈ വർക്ക് ഞങ്ങൾ ചെയ്യും എന്നുള്ള ആ ഒരു താല്പര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ്. ഈ തുകക്ക് പറയുന്ന പേരാണ് EMD. ഇതിങ്ങനെ കൊടുക്കേണ്ട ആവശ്യം എന്താണ്? നമ്മുടെ ക്ലയന്റിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഒരുപാട് പൈസ ചെലവാക്കിയിട്ടാണ് അയാള് ഈ ഒരു ബ്രീഫിംഗ് സ്റ്റേജും പ്ലാനിങ്ങും ഡിസൈനിങ്ങും ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങും പെർമിഷൻസും എല്ലാം വാങ്ങിയെടുത്തിട്ടുള്ളത്. അതിനൊക്കെ പൈസ ചെലവുണ്ട്. ഒരു ടീം ഓഫ് കൺസൾട്ടൻസിനെ കണ്ടിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ ആവശ്യമില്ലാത്ത ടെൻഡറുകൾ വന്നു കഴിഞ്ഞാൽ ഈ ടെൻഡറിന് ഇവാലുവേറ്റ് ചെയ്യാനും ചെലവുണ്ട് അല്ലേ? കുറച്ച് ആളുകളെ, കുറച്ച് ടെക്നീഷ്യന്മാരെ ഇരുത്തിയിട്ടാണ് ഈ വരുന്ന ടെൻഡറുകളെല്ലാം പരിശോധിക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെലവുകളുണ്ട്. അപ്പൊ അത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ക്ലയന്റ് ഈ ടെൻഡറുകളെ ക്ഷണിക്കുന്നതും വരുന്ന ടെൻഡറുകളെ പരിശോധിക്കുന്നതും. അപ്പൊ അതിൽ അനാവശ്യമായിട്ട് ഈ വർക്ക് ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ വർക്കിൽ നിന്നും പിന്മാറാൻ സാധ്യതയുള്ള കോൺട്രാക്ടർമാരുടെ ടെൻഡറുകൾ ആദ്യമേ നമുക്ക് ഒഴിവാക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് എടുക്കാൻ തയ്യാറുള്ള ആളുകളുടെ ടെൻഡറുകൾ മാത്രം സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ 2% മുതൽ 2.5% വരെ തുക അടക്കുന്നത് അയാളുടെ ഈ വർക്കിനോടുള്ള ഒരു താല്പര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് EMD നമ്മൾ കോൺട്രാക്ടർ ടെൻഡറിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഗിവൺ ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ബട്ട് ഇൻ ദ ഫോം ഓഫ് ബാങ്ക് ഗ്യാരണ്ടി ഓർ ഡിമാൻഡ് ഡ്രാഫ്റ്റ്. അപ്പോൾ അത് കാശായിട്ട് നേരെ കൊടുക്കുകയല്ല, അതൊരു ബാങ്ക് ഗ്യാരണ്ടി ആയിട്ട് കാണിക്കുകയാണ്. അതർവൈസ് അത് ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇഫ് ബിഡർ വാണ്ട് ടു വിത്ഡ്രോ ദ ബിഡ് ആഫ്റ്റർ ഓപ്പണിംഗ് ദ ടെൻഡർ, EMD വിൽ ബി ഫോർഫിറ്റഡ് ആസ് പെനാൽറ്റി. അപ്പോൾ ബിഡ് ഓപ്പൺ ചെയ്തു, അതായത് ടെൻഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്ക് ഇനി വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നൊരു കോൺട്രാക്ടർ പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ അടുത്ത EMD അടിച്ചു പോകും. കാരണം എന്താ? ഈ ആളുടെ ടെൻഡർ കൊടുത്തു, ടെൻഡർ ഇഷ്യൂ ചെയ്തു, ടെൻഡർ ഓപ്പൺ ചെയ്യോളം ഈ കോൺട്രാക്ടർ നോക്കിയിരുന്നു. എന്നിട്ട് ടെൻഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം അയാൾക്ക് ടെൻഡർ കിട്ടിയെന്ന് വിചാരിക്കുക. ടെൻഡർ കിട്ടി, എന്നിട്ട് ഈ ക്ലയന്റ് നിങ്ങൾ ഈ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ പെർട്ടിക്കുലർ കോൺട്രാക്ടർ പറയണം ഐ കനോട്ട് ഡു ദിസ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ ഇത്രയും പ്രോസസ്സ് ചെയ്ത് ഇത്രയും വാല്യുവേഷൻ നടത്തിയ ആ ഒരു വർക്ക് വേസ്റ്റ് ആയി. സോ EMD റിട്ടേൺ കൊടുക്കൂല, അയാൾക്ക് തിരിച്ചു കൊടുക്കൂല. അപ്പോൾ ഇൻ കേസ് ഈ കോൺട്രാക്ടർ ടെൻഡർ ഓപ്പണിങ്ങിന് മുമ്പ് എനിക്ക് ഈ വർക്കുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, ആ പൈസ തിരിച്ചു കൊടുക്കും, ഈ ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കും. പക്ഷെ ടെൻഡർ ഓപ്പണിങ്ങിന് ശേഷം ടെൻഡർ ലഭിച്ചിട്ടും വർക്ക് എടുക്കാൻ താല്പര്യം കാണിച്ചില്ലെങ്കിൽ ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് വിൽ ബി ഫോർഫീറ്റഡ്, പിടിച്ചെടുക്കപ്പെടും ആസ് എ പെനാലിറ്റി. ഓക്കെ.
ആൻഡ് വാട്ട് ഈസ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്? പരസ്പരം ഈ എക്സാമിൽ കമ്പയർ ചെയ്യാൻ ചോദിക്കുന്ന രണ്ട് ടേമുകളാണ് ഏൺഡ് മണി ഡെപ്പോസിറ്റും EMDയും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും. സോ വെൻ ദ ടെൻഡർ ഈസ് അക്സെപ്റ്റഡ്, ഏതെങ്കിലും ഒരു കോൺട്രാക്ടറുടെ ടെൻഡർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ടെൻഡർ ഓപ്പൺ ചെയ്തു, ഇവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞ് ആ ടെൻഡർ ഓക്കെ ആണ്, ഫൈൻ, ദിസ് കോൺട്രാക്ടർ ഹാസ് ബീൻ സെലക്ടഡ് എന്നുള്ള ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ദ കോൺട്രാക്ടർ ഹാസ് ടു ഡെപ്പോസിറ്റ് എ സർട്ടൺ എമൗണ്ട് ഓഫ് മണി, സേ അബൌട്ട് 10% of the estimated cost of the project with the client. ഈ കോൺട്രാക്ടർ, ഈ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കോൺട്രാക്ടർ ആ എസ്റ്റിമേറ്റ് ചെയ്ത തുകയുടെ 10% സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് ക്ലയന്റിന് കൈമാറണം. ഇതൊരു ഗ്യാരണ്ടിയാണ്. ദ കോൺട്രാക്ടർ ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ദിസ് പ്രോജക്റ്റ് എന്ന് തെളിയിക്കുന്ന ഒരു സെക്യൂരിറ്റിയാണ്, ഒരു ഗ്യാരണ്ടിയാണ് ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ്, ദാറ്റ് മണി ഈസ് കോൾഡ് security deposit, and this fund is made available to the client for any maintenance and repair work during the defect liability period if the contractor fails to rectify the defect. അപ്പോൾ എല്ലാ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിനും ഒരു ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് ഉണ്ട്. ഇപ്പൊ നമ്മൾ വീട്ടിൽ ഒരു ഫ്രിഡ്ജോ ഒരു വാഷിംഗ് മെഷീനോ വാങ്ങുന്ന സമയത്ത് അതിനൊരു ഗ്യാരണ്ടി അല്ലെങ്കിൽ ഒരു വാറണ്ടി പീരീഡ് പറയാറുണ്ട്. ഈ ഗ്യാരണ്ടി അല്ലെങ്കിൽ വാറണ്ടി പീരീഡിന്റെ ഉള്ളിൽ അതിന് എന്ത് കംപ്ലൈൻസ് വന്നു കഴിഞ്ഞാലും ആ റെസ്പെക്റ്റീവ് കമ്പനി അത് തിരുത്തി തരാനും അത് ക്ലിയർ ആക്കാനും അതിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരാനും ബാധ്യസ്ഥനാണ്. ആ ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞാലോ they will be free. പിന്നെ നമ്മൾ നമ്മുടെ ചെലവിൽ നന്നാക്കണം. അതേപോലെ എല്ലാ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകൾക്കും ഒരു ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് ഉണ്ട്. ഈ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡിനുള്ളിൽ എന്ത് ഡിഫക്റ്റുകൾ വന്നാലും അത് നിർമ്മിച്ച കോൺട്രാക്ടർ തന്നെ ശരിയാക്കണം. ഇൻ കേസ് ആ കോൺട്രാക്ടർ ശരിയാക്കിയില്ലെങ്കിലോ, ആ ഡിഫക്റ്റ് ക്ലിയർ ചെയ്തില്ലെങ്കിലോ, റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് വർക്ക് ചെയ്തില്ലെങ്കിലോ ക്ലയന്റിന് അത് ചെയ്യാതിരിക്കാൻ പറ്റൂല. അപ്പോൾ ക്ലയന്റ് ഈ 10% അഡ്വാൻസ് ആയി വാങ്ങി വെച്ച ആ തുക കയ്യിൽ വെച്ചിട്ട് ഈ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് തീരുവോളം എന്ത് ഡിഫക്റ്റ് വന്നാലും കോൺട്രാക്ടർ ശരിയാക്കിയില്ലെങ്കിൽ ഇവര് ഇതിൽ നിന്ന് കാശെടുത്ത് ശരിയാക്കും. എന്നിട്ട് അതിന്റെ ബാക്കി തുക മാത്രമേ കോൺട്രാക്ടർക്ക് തിരിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഒരു സേഫ്റ്റി മെഷർ എന്നുള്ള രീതിയിലാണ് ഈ ക്ലയന്റ് ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കയ്യിൽ വെക്കുന്നത്. Instead of taking it as an advance payment, it can also be deducted from the running account bills. Running account bill എന്താണെന്ന് നമ്മൾ ഇനി വരുന്ന ഡെഫിനിഷൻസിൽ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പറയും. അതായത് ഈ ചെയ്യുന്ന വർക്കുകൾക്ക് ഘട്ടം ഘട്ടമായിട്ട് കോൺട്രാക്ടർക്ക് ഫണ്ട് പാസ് ആവുമല്ലോ, ആ പാസ് ആവുന്ന ആ ഒരു രീതിക്ക് ആ ഒരു ബിൽ മെത്തേഡിന് പറയുന്ന പേരാണ് റണ്ണിങ് അക്കൗണ്ട് ബിൽ. അപ്പോൾ ഒരു കോൺട്രാക്ടർക്ക് തുടക്കം തന്നെ ഈ 10% രൂപ അല്ലെങ്കിൽ 1 കോടി രൂപയുടെ പ്രോജക്റ്റിന് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഇല്ലെങ്കിൽ കോൺട്രാക്ടർക്ക് ക്ലയന്റുമായിട്ട് ഒരു അഗ്രിമെന്റിൽ എത്താൻ സാധിക്കും. നിങ്ങൾ എനിക്ക് കിട്ടാനുള്ള കാശിന്ന്, ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് കാശ് തരണമല്ലോ, ഞാൻ ചെയ്തു തീർക്കുന്ന വർക്കിന് ആനുപാതികമായി നിങ്ങൾ എനിക്ക് കാശ് തരണം. അതിൽ നിന്ന് നിങ്ങൾ ഒരു certain എമൗണ്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് എടുത്തു വെച്ചോളൂ, പിടിച്ചു വെച്ചോളൂ എന്ന് അങ്ങനെയും പറയാം. അതായത് ഒരു കൺസ്ട്രക്ഷൻ കിട്ടിയ ഉടനെ, പ്രോജക്റ്റ് ഇയാൾക്ക് കിട്ടിയ ഉടനെ തന്നെ 10 ലക്ഷം അല്ലെങ്കിൽ 10% തുക ഒന്നാകെ കൊടുക്കുന്നതിന് പകരം അയാൾക്ക് ഭാവിയിൽ കിട്ടുന്ന പാർഷ്യലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫണ്ടിൽ നിന്നും ഒരു certain എമൗണ്ട് ക്ലയന്റിന് പിടിച്ചു വെക്കാനും സാധിക്കും. അങ്ങനെയും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പിടിച്ചു വാങ്ങിക്കാൻ പറ്റും. And security deposit, if the contractors fail to fulfill the terms and conditions of the project or the project contract, the security deposit will be forfeited partially or completely. കോൺട്രാക്ടർ എഗ്രിമെന്റിൽ നിന്നും തെറ്റിച്ചുകൊണ്ടാണ് പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 100 ദിവസം കൊണ്ട് തീർക്കാൻ പറഞ്ഞ പ്രോജക്റ്റ് 120 ദിവസം കൊണ്ടാണ് തീർത്തതെന്നുണ്ടെങ്കിൽ ആ വൈകിയ ഓരോ ദിവസത്തിനും വേണമെങ്കിൽ പെനാൽറ്റി ഈടാക്കാം. ഒരു എന്താ പറയാ, ഒരു ഡാമേജ് എന്നുള്ള രീതിയിൽ ആ എഗ്രിമെന്റ് തെറ്റിയതിന് ഫൈൻ ഈടാക്കാൻ പറ്റും. ഈ ഫൈനൊക്കെ ഒരു പക്ഷെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ നിന്നും പിടിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് പാർഷ്യലി, ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ പിടിച്ചെടുക്കാനുള്ള ഒരു അർഹത ക്ലയന്റിനുണ്ട്. അപ്പോൾ എഗ്രിമെന്റ് തെറ്റിച്ചു കഴിഞ്ഞാൽ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യമായിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ ഈ തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ നിന്നും പെനാൽറ്റി ആയിട്ട് അല്ലെങ്കിൽ ഡിഫക്റ്റ് ഡാമേജസ് ക്ലിയർ ചെയ്യാനുള്ള കാശായിട്ട് ക്ലയന്റിന് പിടിച്ചെടുക്കാവുന്നതാണ്. The money will be refunded to the contractor after the defect liability period has lapsed and no defect is pending for rectification. ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുന്ന പോലെ ഈ ഡിഫക്റ്റ്, ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിന്റെ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് കഴിഞ്ഞാൽ, അതുവരെയുള്ള എല്ലാ ഡിഫക്റ്റുകളും ക്ലിയർ ആക്കി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും തുക ബാക്കിയുണ്ടെങ്കിൽ
ആ ബാക്കിയുള്ള തുക കോൺട്രാക്ടർക്ക് തിരിച്ചു കൊടുക്കുന്നതാണ്, റീഫണ്ട് ചെയ്യപ്പെടുന്നതാണ്. സോ അടുത്ത ടോപ്പിക് നമ്മൾ പറയുന്നത് ഓപ്പണിംഗ് ഓഫ് ടെൻഡർ ആണ്. ടെൻഡർ ഓപ്പണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? It is the process of unsealing and inspection of sealed tenders received in response to an invitation to tender at an advertised place at notified time in the presence of authorized persons and the contractors. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. It is the process of unsealing. Unsealing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിക്കുക, and inspection പരിശോധിക്കുക, of sealed tenders ക്ലോസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ടെൻഡറുകൾ അൺസീൽ ചെയ്ത് പൊട്ടിച്ചിട്ട് ഇൻസ്പെക്ട് ചെയ്ത് പരിശോധിക്കുന്നതിന് പറയുന്ന പേരാണ് ഓപ്പണിംഗ് ഓഫ് ടെൻഡർ. ഈ റിസീവ്ഡ് ഇൻ റെസ്പോൺസ് ടു ആൻ ഇൻവിറ്റേഷൻ ടു ടെൻഡർ, ടെൻഡർ ഇൻവൈറ്റ് ചെയ്ത് നോട്ടീസ് കൊടുത്തതിന് പിന്നെ ആൻസർ ആയിട്ടാണ് ആ ടെൻഡറുകളെല്ലാം സീൽഡ് ടെൻഡേഴ്സ് ഇങ്ങോട്ട് വരുന്നത്, ഈ ക്ലയന്റിന് കിട്ടുന്നത്. ആ കിട്ടുന്ന ടെൻഡറുകളെ അൺസീൽ ചെയ്ത് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് എന്നതിന് പരിശോധിക്കുന്നതിന് പറഞ്ഞ പേരാണ് ഓപ്പണിംഗ് ഓഫ് ടെൻഡർ. ഓക്കെ, ആൻഡ് അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അറ്റ് ആൻ അഡ്വർടൈസ്ഡ് പ്ലേസ്, മുൻകൂട്ടി പരസ്യം ചെയ്ത സ്ഥലത്ത് വെച്ചാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ആർക്കും അവിടെ കയറി ചെല്ലാൻ പറ്റും. അറ്റ് നോട്ടിഫൈഡ് ടൈം, പറയപ്പെട്ട സമയത്ത് തന്നെ ഓപ്പൺ ചെയ്യണം. ഇൻ ദ പ്രസൻസ് ഓഫ് ഓതറൈസ്ഡ് പേഴ്സൺസ് ആൻഡ് കോൺട്രാക്ടേഴ്സ്, ഇതിൽ പങ്കെടുക്കുന്ന കോൺട്രാക്ടർമാരുടെയും അതിലെ പ്രധാനപ്പെട്ട അംഗങ്ങളുടെയും മുന്നിൽ വെച്ച് നോട്ടിഫൈ ചെയ്തിട്ടുള്ള സമയത്ത് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് വേണം ടെൻഡറുകൾ ഓപ്പൺ ചെയ്യാൻ. അല്ലെങ്കിൽ അതിൽ വല്ല അഴിമതികളൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ക്ലയന്റ്, ഇതിപ്പോൾ ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് സുതാര്യത ഇല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വേണ്ടപ്പെട്ട ആളുകൾക്ക് ഈ പ്രോജക്റ്റ് എത്തിച്ചു കൊടുക്കാൻ അതുവഴി ഒരു കമ്മീഷൻ വാങ്ങിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ഓഫ് ടെൻഡർ ഹാസ് ടു ബി ട്രാൻസ്പെറന്റ്, അത് അത്രയും സുതാര്യമായിട്ട് നടക്കേണ്ട പരിപാടിയാണ്. സോ ഓപ്പണിംഗ് ഓഫ് ടെൻഡർ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് ദ പ്രോസസ് ഓഫ് unsealing or opening and inspecting the sealed tenders received in response to an invitation to tender at an advertised place at a notified time in the presence of authorized persons and contractors. അപ്പോൾ ഇതിലെ ഡെഫിനിഷൻ ഇത്രയും വലിയ സെന്റൻസുകളായിട്ട് നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റൂലെങ്കിൽ യു ക്യാൻ ബ്രേക്ക് ദ സെന്റൻസസ്. ഇത് ഈസ് പ്രോസസ് ഓഫ് അൺസീലിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് സീൽഡ് ടെൻഡേഴ്സ്, ഇത്രയും മതി. And the tenders are received in response to invitation to tender. ടെൻഡറുകൾ ലഭിക്കുന്നത് ഇൻവിറ്റേഷൻ ടു ടെൻഡറിന്റെ റെസ്പോൺസുകളായിട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓപ്പൺഡ്, അത് തുറക്കുന്നത് അറ്റ് ആൻ അഡ്വർടൈസ്ഡ് പ്ലേസ്, ഒരു പറയപ്പെട്ട സ്ഥലത്താണ് അത് തുറക്കുന്നത്. അറ്റ് നോട്ടിഫൈഡ് ടൈം, ഒരു പറയപ്പെട്ട സമയത്താണ് അത് തുറക്കുന്നത്. ഇൻ ദ പ്രസൻസ് ഓഫ് ഓതറൈസ്ഡ് പേഴ്സൺസ് ആൻഡ് കോൺട്രാക്ടേഴ്സ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ ഓർത്തു വെക്കാനുള്ളത്. സോ ഇൻസ്ട്രക്ഷൻസ് ഫോർ ഓപ്പണിംഗ് ദി ടെൻഡർ. നമ്മുടെ ഗവൺമെന്റ് പ്രോജക്റ്റുകളുടെ ടെൻഡർ ഓപ്പൺ ചെയ്യുന്നതിന് ചില കണ്ടീഷൻസ് എല്ലാം പറയുന്നുണ്ട്. ഓൾ ദ കോൺട്രാക്ടേഴ്സ് ഹു ഹാവ് ഇഷ്യൂഡ് ദ ടെൻഡേഴ്സ് മസ്റ്റ് ബി ലിസ്റ്റഡ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഈ കോൺട്രാക്ടർമാർ സബ്മിറ്റ് ചെയ്ത ടെൻഡറുകൾ പരിശോധിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാണ്ട്. അത് ഏതെങ്കിലും ഇപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് ഈ ടെൻഡറുകൾ ഓപ്പൺ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും, ആ ലിസ്റ്റിനെ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിൽ പ്രത്യേകം എഴുതും ആരൊക്കെയാണ്, ഏതൊക്കെ കോൺട്രാക്ടിങ് കമ്പനികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്, അത് എത്ര പേരുണ്ട്, അവരുടെ പേരെന്തൊക്കെ എന്നെല്ലാം ഈ സ്റ്റേറ്റ്മെന്റിൽ എഴുതണം. EMD is verified and tenders without EMD is rejected. അപ്പൊ ഇതിലൊരു 10 ടെൻഡറുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ 10 ടെൻഡറുകളും EMD ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് അടച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ആൻഡ് ആരെങ്കിലും അടച്ചിട്ടില്ലെങ്കിൽ അവരുടെ ടെൻഡറുകൾ അപ്പം തന്നെ ക്യാൻസൽ ചെയ്യും. ഇഫ് റോങ് ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് ഈസ് ക്വോട്ടഡ്, കോളം ഈസ് മാർക്ക്ഡ് ആസ് നോട്ട് അപ്ലിക്കബിൾ. അപ്പൊ തെറ്റായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഓഫ് റേറ്റ് ആണ് ക്വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഗവൺമെന്റ് പ്രോജക്റ്റുകളൊക്കെ ക്വോട്ട് ചെയ്യുന്ന സമയത്ത് ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് ഉണ്ട്, അത് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ക്വോട്ട് ചെയ്യാൻ. അപ്പൊ അതിലെന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വൊട്ടേഷനിൽ ഷെഡ്യൂൾ ഓഫ് റേറ്റ്സിൽ എന്തെങ്കിലും തെറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ ടെൻഡറിന് നേരെ എഴുതും പ്രത്യേകം, എന്ത്, ദിസ് ടെൻഡർ ഈസ് നോട്ട് അപ്ലിക്കബിൾ. അതോടുകൂടി ആ ടെൻഡറിന്റെ കാര്യം തീരുമാനമായി. ആൻഡ് ഇഫ് ദ കോൺട്രാക്ടർ ഹാസ് ഗിവൺ എ ബ്ലാങ്ക് ടെൻഡർ ഡോക്യുമെന്റ്, ഇറ്റ് ഈസ് മാർക്ക്ഡ് ആസ് ബ്ലാങ്ക് ടെൻഡർ. അപ്പോൾ ഈ ടെൻഡർ എന്ന് പറഞ്ഞ സാധനേ നമ്മൾ ആൾറെഡി ഈ കമ്പനി, ഈ ക്ലയന്റ് കോൺട്രാക്ടർക്ക് അയച്ചു കൊടുക്കുന്ന ടെൻഡർ ഡോക്യുമെന്റിൽ ബിൽ ഓഫ് ക്വാണ്ടിറ്റി ഉണ്ടാവും. അതായത് എക്സ്കവേഷൻ ഇത്ര m3. അപ്പൊ അതിന് നേരെയാണ് ഈ കോൺട്രാക്ടർ എഴുതുന്നത്, ഞങ്ങൾ ഇത്ര രൂപക്ക് ചെയ്യും. അപ്പോ ഈ ടെൻഡറിന്റെ ഫോം കൊടുക്കുന്നത് ആരാണ്? ക്ലയന്റ് ആണ്. അതിന് അവരുടെ തുക അതിലോട്ട് എഴുതുക മാത്രമാണ് കോൺട്രാക്ടർ ചെയ്യുന്നത്. എത്ര രൂപക്ക് ചെയ്യും എന്ന് ഈ കോൺട്രാക്ടർ
ക്ലയന്റ് കൊടുത്ത ഫോമിലോട്ട് തന്നെയാണ് എഴുതുന്നത്. അപ്പോ ആരെങ്കിലും കാലിയായിട്ടുള്ള ടെൻഡർ പേപ്പറിനെ തിരിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബ്ലാങ്ക് ടെൻഡർ ആയിട്ട് മാർക്ക് ചെയ്യും. അതായത് തുക എത്രയാണ് നിങ്ങൾ കോട്ട് ചെയ്യുന്നതെന്ന് എഴുതാതെ വെറും അങ്ങോട്ട് കൊടുത്ത ആ ബിൽ ഓഫ് ക്വാണ്ടിറ്റി അതുപോലെ തന്നെ തിരിച്ചയച്ചതാണെന്നുണ്ടെങ്കിൽ അതിനെ ബ്ലാങ്ക് ടെൻഡർ എന്ന് പറയും. If no tender document is given, then it is noted as no tender. ഒരു കാലി എൻവലപ്പ് മാത്രമാണ് വന്നിട്ടുള്ളതെങ്കിൽ നോ ടെൻഡർ എന്ന് എഴുതും ആ കമ്പനിയുടെ നേരെ. ഇൻ കേസ് ഓഫ് കണ്ടീഷണൽ ടെൻഡേഴ്സ് ഇറ്റ് ഈസ് നോട്ടഡ് ആസ് കണ്ടീഷണൽ. കണ്ടീഷണൽ ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ കേസാണ്. ആ കേസിൽ ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇത്ര രൂപയ്ക്ക് വർക്ക് ചെയ്യാം എന്ന് കോട്ട് ചെയ്യുന്ന രീതിയാണ് കണ്ടീഷണൽ ടെൻഡർ. അപ്പൊ അങ്ങനെയാണ് ഈ ടെൻഡർ വന്നിട്ടുള്ളതെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഈ കണ്ടീഷണൽ എന്ന് എഴുതി വെക്കും. ഇതൊക്കെ എഴുതിക്കുന്നത് എവിടെയാണ്? ഈ നോട്ട് അപ്ലിക്കബിൾ, ബ്ലാങ്ക് ടെൻഡർ, നോ ടെൻഡർ, കണ്ടീഷണൽ എന്നൊക്കെ എഴുതി വെക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റിലാണ്. ഈ ടെൻഡർ ഓപ്പൺ ചെയ്യുന്ന ഈ അധികാരി നിർമ്മിക്കുന്ന സ്റ്റേറ്റ്മെന്റിലാണ് ഇതെല്ലാം എഴുതി വെക്കുന്നത്. ആൻഡ് ലേറ്റ് ടെൻഡേഴ്സ് ആർ നോട്ട് ഓപ്പൺഡ്. വൈകി വരുന്ന ടെൻഡറുകളെ ഓപ്പൺ ചെയ്യാറില്ല, അത് റിജക്റ്റ് ചെയ്യും. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് സർട്ടിഫൈഡ് അറ്റ് ദ ബോട്ടം ബൈ ദ ഓഫീസർ. ആരാണോ ഈ ടെൻഡർ ഓപ്പണിംഗ് പരിപാടി ഏറ്റെടുത്ത് അയാൾ ഈ സ്റ്റേറ്റ്മെന്റിന് താഴെ ഒപ്പിടേണ്ടതാണ്, സർട്ടിഫൈ ചെയ്യേണ്ടതാണ്, അയാളുടെ ഡെസിഗ്നേഷൻ വെച്ച് സർട്ടിഫൈ ചെയ്യേണ്ടതാണ്. The officer opening the tenders must check all the number of tenders opened and the total numbers issued. അപ്പോൾ എത്ര ടെൻഡറുകൾ വന്നു, എത്ര ടെൻഡറുകൾ ഇഷ്യൂ ചെയ്തു, എത്ര ടെൻഡറുകൾ ഓപ്പൺ ചെയ്തു എന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അതായത് 20 എണ്ണം വന്നു, 18 എണ്ണം മാത്രമേ ഓപ്പൺ ചെയ്തുള്ളൂ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. 20 എണ്ണം വന്നിട്ടുണ്ടെങ്കിൽ 20ഉം ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്ന് വെരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആരുതാണ്? ഈ ഓപ്പണിംഗ് ടെൻഡർ അധികാരിയുടേതാണ്. And the amount of tender must be less than the amount approved during administrative sanction. ഇതിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്ത നമ്മൾ ഒരുപാട് ടെൻഡറുകൾ വന്നു, അപ്പോൾ അവരുടെ എമൗണ്ട് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയ എമൗണ്ടിനേക്കാളും കൂടിയ രീതിയിൽ ടെൻഡറുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ടെൻഡറുകൾ അപ്പം തന്നെ തള്ളും. ഓക്കെ, അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്തിനായിരുന്നു പറഞ്ഞത്? പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഇട്ടിട്ട് ഇത്ര രൂപക്ക് പ്രോജക്റ്റ് ചെയ്ത് തീർക്കാമെന്ന് കാണിക്കുന്നതിനായിരുന്നു. അത് കാണിച്ചാൽ കിട്ടുന്ന അനുമതിയായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ. അപ്പൊ അതിൽ പറഞ്ഞ തുകയുടെ മുകളിലോട്ട് ഒരിക്കലും ടെൻഡറിന്റെ കാശ് അവര് പ്രപ്പോസൽ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് തള്ളും. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അടുത്ത ടേം. ആഫ്റ്റർ ദ ടെൻഡേഴ്സ് ആർ ഓപ്പൺഡ്, ടെൻഡറുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഈസ് മെയ്ഡ് ടു കമ്പയർ ദ വേരിയസ് റേറ്റ്സ് ഓഫ് ബിഡേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് ഐറ്റം ഓഫ് വർക്ക്. ഇതിൽ ഞാൻ പറഞ്ഞു ടെൻഡർ ഡോക്യുമെന്റിൽ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഐറ്റം ഓഫ് വർക്കും അവയുടെ ക്വാണ്ടിറ്റിയും. എർത്ത് വർക്ക് എക്സ്കവേഷൻ 18 m3, മിൽക്ക് മേസൺറി 16 m3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് ആണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റി. ആ ലിസ്റ്റ് നേരെ ഇവർക്ക് കൊടുക്കുകയാണ്, കോൺട്രാക്ടർമാർക്ക് കൊടുക്കുകയാണ്. അതിൽ അവർ എത്ര തുകക്ക് അത് ചെയ്യും എന്ന് എഴുതിയിട്ടാണ് തിരിച്ച് ടെൻഡർ ഡോക്യുമെന്റ് ആയിട്ട് തിരിച്ചു തരുന്നത്, ടെൻഡർ ആയിട്ട് തിരിച്ചു തരുന്നത്. അപ്പോൾ അതിൽ ഓരോ കമ്പനിയുടെയും ഓരോ ഐറ്റം ഓഫ് വർക്കിന്റെ കാശ് എത്രയാണ് വരുന്നത്. ഇപ്പൊ ഒരു 10 കമ്പനി ഈ 18 m3 ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ, ചില കമ്പനി 8 ലക്ഷം, ചില കമ്പനി 9 ലക്ഷം, ചില കമ്പനി 10 ലക്ഷം, അങ്ങനെ ഓരോരുത്തരുടെയും റേറ്റുകൾ വ്യത്യാസം ഉണ്ടാവും. അത് അവരുടെ കയ്യിലുള്ള ലേബേഴ്സിന്റെയും അവരുടെ കയ്യിലുള്ള മെഷീനറിയുടെയും ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഓരോരുത്തർ റേറ്റ് പറയാ. ഒരു ഹൈടെക് മെഷീനറി ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് കുറഞ്ഞ പൈസക്ക് ചെയ്യാൻ പറ്റും, അപ്പോൾ അയാൾ ഏറ്റവും മിനിമം റേറ്റിൽ അത് കോട്ട് ചെയ്യും. അപ്പോൾ ഓരോ ഐറ്റം ഓഫ് വർക്കിന്റെയും പരസ്പരം താരതമ്യ പഠനം നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുക. അപ്പൊ ഈ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്താന്ന് പറഞ്ഞാൽ ഒരുപാട് ടെൻഡേഴ്സ് ഉണ്ട്. ഈ ഓരോ ടെൻഡേഴ്സിലെയും ഓരോ ഐറ്റം ഓഫ് വർക്കിന്റെ എമൗണ്ടുകൾ, കാശ് പരസ്പരം താരതമ്യ പഠനം നടത്തി ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കാം. The excess or savings for each tender is worked out. ഓരോ ടെൻഡറിന്റെയും എക്സസുകൾ, അമിതമായിട്ട് എന്ത് വന്നു, അതില് സേവിങ്സ് എന്തെങ്കിലും കുറച്ചിട്ടുണ്ടോ, ഏതെങ്കിലും തുക കുറവുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. ഇപ്പൊ 3 ടെൻഡർ വന്നു, ഒന്നിൽ 3 ലക്ഷം, ഒന്നിൽ 2.5 ലക്ഷം, ഒന്നിൽ 2.25 ലക്ഷം. അപ്പൊ എന്തിലാണ് കൂടിയത്, ഏതിലാണ് കുറഞ്ഞത്, ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യും. അരിതമാറ്റിക്കൽ കാൽക്കുലേഷൻ വിത്ത് റെസ്പെക്ട് ടു റേറ്റ്സ്, ക്വാണ്ടിറ്റീസ് ആൻഡ് എമൗണ്ട്സ് ആൻഡ് ടോട്ടലിംഗ് ഷുഡ് ബി ചെക്ക്ഡ്. ഓരോ ഐറ്റം ഓഫ് വർക്കിന്റെയും കൂട്ടിയതും ഗുണിച്ചതുമായിട്ടുള്ള തെറ്റുകൾ വല്ലതും ഉണ്ടോ, കറക്റ്റ് ആയിട്ട് തന്നെയാണോ ഇതിലെ എമൗണ്ടുകൾ കോട്ട് ചെയ്തിട്ടുള്ളതെന്നെല്ലാം ഇതിൽ ഈ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ പരിശോധിക്കും. ദ ബിഡ്സ് മേ ബി ഇവാലുവേറ്റഡ് ബേസ്ഡ് ഓൺ ദ കോസ്റ്റ് ഓൺലി. മിക്കവാറും കേസിൽ ഈ ബിഡുകൾ അത് ഈ ടെൻഡറുകൾ കാശിന്റെ അടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്യാറ്, അപ്രൂവ് ചെയ്യാറ്. അതായത് ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിന് ടെൻഡർ ക്ഷണിച്ചാൽ
അവര് ഒരു 3 ടെൻഡറുകൾ വന്നു എന്ന് വിചാരിക്കുക. അവയിൽ ഏറ്റവും കുറച്ച് രൂപക്ക് ആരാണോ ബിഡ് ചെയ്തത്, ഏറ്റവും കുറഞ്ഞ കാശിന് ആരാണോ ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ തയ്യാറായത്, അയാൾക്കാണ് മിക്കവാറും പ്രോജക്റ്റ് അവാർഡ് ചെയ്യുക. കാരണം അത്രയും കുറഞ്ഞ പൈസയാണ് അയാൾ കോട്ട് ചെയ്തത് എന്നുള്ളതുകൊണ്ട്. ഇൻ സം കേസസ്, ചില പ്രത്യേക സാഹചര്യത്തിൽ ടെക്നിക്കൽ കോമ്പിറ്റൻസ്, അവരുടെ സാങ്കേതികത, അവർക്ക് സാങ്കേതികമായിട്ടുള്ള അവരുടെ കഴിവ് എത്രത്തോളം ഉണ്ട്, ഫിനാൻഷ്യൽ സൗണ്ട്, അവരുടെ സാമ്പത്തിക ഭദ്രത, സേഫ്റ്റി റെക്കോർഡ്, അവരുടെ മുൻകാല സേഫ്റ്റി ചരിത്രം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് അവർക്ക് കോൺട്രാക്ട് അവാർഡ് ചെയ്യാതെ. അപ്പൊ സ്പെഷ്യൽ കേസുകളിലാണ് അങ്ങനെ സംഭവിക്കുന്നത്, എല്ലാ കേസുകളിലും അങ്ങനെ സംഭവിക്കാറില്ല. ചെറുകിട പ്രോജക്റ്റുകളിൽ കാശ് നോക്കിയിട്ട് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ടെൻഡറിനെ സെലക്ട് ചെയ്യുക. വൻകിട പ്രോജക്റ്റുകൾ വരുന്ന സമയത്ത് അവരുടെ മുൻകാല ചരിത്രവും അവരുടെ സാമ്പത്തിക ഭദ്രതയും എല്ലാം നോക്കണം. കാരണം ഈ 5000 കോടിയുടെ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു 100 കോടി 200 കോടിയെങ്കിലും ആസ്തിയുള്ള കമ്പനിക്ക് മാത്രമേ അത്രയും എമൗണ്ട് റേസ് ചെയ്തിട്ട് ഈ പ്രോജക്റ്റിന് ആവശ്യമുള്ള വസ്തുക്കളൊക്കെ പ്രൊക്യൂർ ചെയ്ത് എക്യുപ്മെന്റ്സ് ഒക്കെ എത്തിച്ച് വർക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. ചെറുകിട ആളുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിലെ വർക്ക് ചെയ്യുന്ന പോലെ പോകും. അയാളുടെ കയ്യിൽ കാശ് മുട്ടി കഴിഞ്ഞാൽ പ്രോജക്റ്റ് താൽക്കാലികമായി നിർത്തിവെക്കും, ഫണ്ട് പാസ്സാവോളം കാത്തിരിക്കേണ്ടി വരും. അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള, സാമ്പത്തിക ഭദ്രതയുള്ള, ടെക്നിക്കലി കോമ്പിറ്റൻസ് ഉള്ള, സാങ്കേതികമായിട്ട് ഒരു മുട്ടാൻ കഴിവുള്ള, നല്ല സേഫ്റ്റി റെക്കോർഡുള്ള കമ്പനികളെ ചിലപ്പോൾ സെലക്ട് ചെയ്യും. അപ്പോൾ ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ പരസ്പരം പഠിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന് പറയുന്ന പേരാണെന്ത്? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ടെൻഡർ സബ്മിറ്റ് ചെയ്ത ഓരോരുത്തരുടെയും പരസ്പരം കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണെന്ത്? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഈ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റിലൂടെ അങ്ങനെ നോക്കിയാൽ ഒരാൾക്ക് മനസ്സിലാവും ഇതിലെ ബെസ്റ്റ് ടെൻഡർ ഏതാണ്, ഏറ്റവും കുറഞ്ഞ പൈസക്ക് ടെൻഡർ കോട്ട് ചെയ്തിട്ടുള്ളത് ആരാണെന്ന് ഈ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അക്സെപ്റ്റൻസ് ഓഫ് ടെൻഡർ. അക്സെപ്റ്റൻസ് ഓഫ് ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു കമ്പാരിറ്റീവ് താരതമ്യ പഠനത്തിന്റെ സ്റ്റേറ്റ്മെന്റും ആൻഡ് ഇവാലുവേഷൻ ഓഫ് ടെൻഡേഴ്സിന്റെ ഇവാലുവേഷനും നടത്തുന്നതോടുകൂടി ആൻഡ് അതർ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺട്രാക്ടറുടെ മറ്റ് ഫീച്ചേഴ്സ്, അതായത് അവരുടെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ്, അവരുടെ ഒരു ടെക്നിക്കൽ കോമ്പിറ്റൻസ്, അവരുടെ ഒരു സേഫ്റ്റി റെക്കോർഡ്സ്, ഇതെല്ലാം പരിശോധിച്ച്, ടെൻഡറുകൾ പരിശോധിച്ച് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നതിലൂടെ ദ ക്ലയന്റ് ഐഡന്റിഫൈ ദ ഏജൻസി ടു ഹും ദ വർക്ക് ഈസ് ടു ബി അവാർഡഡ്. ഏത് കോൺട്രാക്ടർക്ക് ഈ വർക്ക് കൊടുക്കണമെന്ന് ക്ലയന്റിന് കൃത്യമായിട്ട് മനസ്സിലാവും. A contract agreement is signed between the client and the selected bidder. അതിൽ ഏറ്റവും ബെസ്റ്റ് ബിഡർ ആരാണ്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോൺട്രാക്ടർ ആരാണ്, അയാളായിട്ട് ഈ ക്ലയന്റ് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യും. ആൻഡ് എ ലെറ്റർ ഓഫ് ഇന്റന്റ് ഈസ് ഇഷ്യൂഡ് ടു ദ സെലക്ടഡ് ബിഡർ. ഈ സെലക്ട് ചെയ്ത, നമ്മൾ എഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞ ആ ഒരു കോൺട്രാക്ടറോട് ക്ലയന്റ് ഒരു ലെറ്റർ ഓഫ് ഇന്റന്റ് കൊടുക്കും. അതായത് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെറ്റർ ആണ്. ടു ഡെപ്പോസിറ്റ് എ പെർഫോമൻസ് ഗ്യാരണ്ടി, ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എമൗണ്ട് അടക്കാനും, ആൻഡ് ടു മൊബിലൈസ് ദ മൊബിലൈസ് ആൻഡ് കമൻസ് വർക്ക് വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം ആസ് ഗിവൺ ഇൻ ദ ലെറ്റർ ഓഫ് ഇന്റന്റ്. ഈ ലെറ്ററിൽ പറയുന്ന തീയതിയിൽ നിങ്ങൾ വർക്ക് തുടങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡറും കൂടി കൊടുക്കും. അപ്പൊ അക്സെപ്റ്റൻസ് ഓഫ് ടെൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കി, ടെൻഡറുകൾ പഠിച്ച്, ഫീച്ചേഴ്സ് ഓഫ് ദ കോൺട്രാക്ടർ പഠിച്ച്, ഏറ്റവും ബെസ്റ്റ് കോൺട്രാക്ടർ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ക്ലയന്റ് അവർക്ക് ഈ വർക്ക് അവാർഡ് ചെയ്യുന്നു, അവരുമായിട്ടൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു, അവർക്കൊരു ലെറ്റർ ഓഫ് ഇന്റന്റ് കൊടുക്കുന്നു, നാളെ തന്നെ പണി തുടങ്ങിക്കോളൂ, നിങ്ങൾ ഇത്ര തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് അടച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്ററും കൂടെ കൊടുക്കുന്നു. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ടെൻഡർ അക്സെപ്റ്റ് ചെയ്ത് അവരുമായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ, കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറായി എന്നാണ് അർത്ഥം. ഇങ്ങനെയാണ് ടെൻഡർ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഏകദേശം രൂപരേഖയായി എന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് നമ്മുടെ ക്ലാസ് ഏകദേശം 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. വിശാലമായ ടോപ്പിക്കാണ്. നമുക്ക് ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഒരു കോൺട്രാക്റ്റിംഗ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെൻഡറിങ് സ്റ്റേജ് എന്താണെന്നാണ് പറഞ്ഞത്. ക്ലയന്റിന്റെ ഐഡിയ റിയൽ ലൈഫിൽ അതൊരു റിയൽ സാധനമാക്കി മാറ്റുന്ന ആളാരാണ്? കോൺട്രാക്ടറാണ്. അപ്പോൾ ഈ ക്ലയന്റിന്റെ മനസ്സിലുള്ള പ്രോജക്റ്റ് ഡീറ്റെയിൽഡ് ഡിസൈനുകളും ഡ്രോയിങ്ങുകളും ആവുകയും ഈ ഡ്രോയിങ്ങുകൾ പണിയാൻ ഒരാളെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ടോട്ടൽ പ്രോസസ്സിനെയാണ് നമുക്ക് ടെൻഡറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടെൻഡറിങ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ സംശയങ്ങൾ വല്ലവരുള്ളവരും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുള്ളവർക്കും നേരിട്ട് വാട്സപ്പിലോ ഫോൺ വഴിയോ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ കോപ്പറേറ്റിംഗ് വിത്ത് മീ.